എല്ലാവർക്കും നമസ്കാരം. പേര് അനിത്ത്, സ്ഥലം തൃപ്രയാറാണ്. തൃപ്രയാർ വെർഷൻ RCM ഷോപ്പ് നടത്തുന്ന പ്രവചിന്റെ മകനാണ് ഞാൻ ഡിഗ്രി BA എക്കണോമിക്സ് പഠനത്തിന് ശേഷം ഇപ്പോൾ RCയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഡയമണ്ട് ട്രെയിനിങ് അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നമുക്കിന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥിയെ സ്വാഗതം ചെയ്യാം. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർമെന്റിന് ശേഷം പ്രകൃതി ചികിത്സ ആൻഡ് യോഗ മേഖലകളിൽ 13 വർഷത്തോളമായി പ്രവർത്തിക്കുകയും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകളില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഗ്രേറ്റ് മോട്ടിവേറ്ററും ഗ്രേറ്റ് ട്രെയിനറും കൂടിയായ രാജൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ കോ-ഹോസ്റ്റ് ആയ RCMൽ സ്റ്റാർ ഗോഡ് എന്ന പൊസിഷൻ അലങ്കരിക്കുന്ന നോബൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ പങ്കെടുത്തപ്പോൾ ഏകദേശം 30ഓളം ആളുകൾ ഈ ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഓരോ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെയും സ്റ്റാർ ആൻഡ് അബോ എല്ലാ ലീഡർമാരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ RCയോട് എങ്ങനെ വരുമാനം ലഭിക്കും എന്ന ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമുക്ക് എങ്ങനെ RCയിലൂടെ മുന്നേറാം എന്ന ഒരു നല്ലൊരു ടോപ്പിക് തന്നെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നതിനായി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഡോക്ടർ രാജൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം ഡോക്ടർ രാജൻ സാർ ഓൺ ടു സ്റ്റേജ്. താങ്ക് യു അനിത്. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഒരു സൺഡേ, സാധാരണ സൺഡേകളിൽ നമുക്ക് ഭയങ്കര തിരക്കാണ്. സാധാരണ ദിവസങ്ങളിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഈ വൈകുന്നേരത്തെ റെഗുലർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ദിവസങ്ങൾ പതുക്കെ പതുക്കെ കടന്നു പോവാണ്. കോവിഡ് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അധികം അത്ര പെട്ടെന്നൊന്നും നമ്മൾ കോവിഡിൽ നിന്ന് മുക്തരാവില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ കോവിഡിനെ കൂടെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നീക്കണം. അതിന് ബിസിനസ് പ്ലാനുകളും മീറ്റിങ്ങുകളും ചെറിയ രീതിയിലെങ്കിലും ചെയ്യും, എല്ലാവരും ചെയ്യുക. ഈ ഗ്രൂപ്പിലുള്ള 35 പേര് പങ്കെടുക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവരും, കുറച്ച് പേര് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. ഇപ്പോഴും മൊബൈലിന്റെ നമ്പറിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ പേര് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് 1-2 പേരെ വിളിക്കും. ഓക്കെ, അപ്പോ പേര് ചേഞ്ച് ചെയ്യാത്ത ആളുകളെ ആയിരിക്കും ഞാൻ ആദ്യം വിളിക്കുക. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എങ്ങനെ നമുക്ക് RCയുടെ വരുമാനം കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഹെൽത്ത് എന്നുള്ളത് ഒരു ടെമ്പററി മോട്ടിവേഷൻ ആണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഹെൽത്ത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് നല്ല പനി വരുന്ന സമയത്ത് നമ്മൾ ഏത് ഡോക്ടറെ കാണണമെന്ന് ചിന്തിക്കും. പനി മാറി നമ്മൾ നല്ല ആരോഗ്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ കുറിച്ചോ ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഹെൽത്തിന് മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആളുകൾ RCM ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് തെറ്റാണ്. കാരണം കാര്യങ്ങളുണ്ട്. ഹെൽത്ത് വേണം. RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും ഹെൽത്ത് കിട്ടുന്ന യാതൊരു ഡൗട്ടും ഇല്ല. ഹെൽത്തിന്റെ കൂടെ നമുക്ക് വേണ്ടത് വെൽത്താണ്. വെൽത്ത് എപ്പോഴും നമുക്ക് മോട്ടിവേറ്റിംഗ് ആണ്, അല്ലെ? പണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വരുമ്പോൾ എന്തും സംഭവിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, അല്ലെ? ഒരു കടയിൽ ചെന്നിട്ട് ഒരു ഉൽപ്പന്നത്തിന്റെ വില കേൾക്കുന്ന സമയത്ത് കീശയിൽ തപ്പിയിട്ട് എത്ര ബാക്കിയുണ്ട് നോക്കേണ്ട ഗതികേട് വരില്ല. യു ടേക്ക് ഇറ്റ് എന്ന് നമ്മുടെ സ്പൗസിനോട്, ഭാര്യയോടോ ഭർത്താവിനോടോ പറയാനുള്ള ഒരു അവസരം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ കിട്ടും. അതിനുള്ളൊരു അവസരം കൂടി RCM നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരാളോട് പ്ലാൻ പറയുമ്പോൾ, RCMന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് പറയാതെ നിങ്ങൾ പോരരുത്. ഇതിന് വലിയൊരു സാധ്യതയുണ്ടെന്ന് നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയോടും നേരിട്ടോ അല്ലാതെയോ പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയോട് ഇതിന്റെ പ്ലാനോ അല്ലെങ്കിൽ ഇതിന്റെ ഇൻകം പൊട്ടൻഷ്യലോ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മുടെ ആളുകളെ മനസ്സിലാക്കിയിരിക്കണം. അത് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ ബിസിനസ്സിന് വളർച്ചയുണ്ടാവില്ല. ഇപ്പൊ സാധാരണ സംഭവിക്കുന്നത്, നല്ലൊരു ശതമാനം ആളുകളും ഇതിന്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഹെൽത്ത് ബേസ് ആയിട്ട് ഇതിൽ വരും. ഒരു ന്യൂട്രിചാർട്ട് BJ ഉപയോഗിച്ചിട്ട് മുട്ടുവേദന മാറിയ ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് RCM വരും. 5-6 പേർക്ക് മുട്ടുവേദന മാറ്റാനുള്ള മരുന്ന് സപ്ലിമെന്റ് കൊടുക്കും. കുറച്ചു പേർക്ക് മാറും, കുറച്ചു പേർക്ക് മാറില്ല. കാരണം അത് എങ്ങനെ കഴിക്കുന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതിലൊരു ചെറുതായിട്ടൊരു മടുപ്പ് തോന്നും. അപ്പൊ ഞാൻ പറയുന്നത്, ഹെൽത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് വളർത്താൻ പറ്റില്ല. ഹെൽത്തും വേണം, വെൽത്തും വേണം. അപ്പൊ പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യണം. പ്രൊഡക്റ്റിലൂടെ മാത്രമേ നമുക്ക് വരുമാനം വരുള്ളൂ. ഒപ്പം ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടി നമ്മൾ
ഈ രണ്ട് കാര്യം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തും വേണം, വെൽത്തും വേണം. അപ്പൊ ആരെങ്കിലും അങ്ങനെ അത് മാത്രം ഒന്ന് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ദിറ്റ്സ് എ റോങ് പ്രാക്ടീസ്. ആർസിഎമ്മിൽ അതൊരു റോങ് പ്രാക്ടീസ് ആണ്. കാരണം എനിക്കറിയാം പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ ടീം വർക്കുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അൾട്ടിമേറ്റ്ലി അവർ എവിടെ എത്തില്ല. കാരണം കോൺഫിഡന്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ മുന്നിൽ നമുക്ക് ആർസിഎമ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കണം. ഇതിനെക്കുറിച്ച് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹൗ ടു ഡു ആർസിഎം, എങ്ങനെ നമുക്ക് ആർസിഎമ്മിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ചെയ്യാം, ഇന്ന് അത് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അതായത് അതിന്റെ ശരിക്കുള്ള ഇൻകം പ്ലാൻ. അപ്പൊ നിങ്ങളിത് ശരിയായ അർത്ഥത്തിൽ കേൾക്കുക, ഉൾക്കൊള്ളുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുതിർന്ന ലീഡേഴ്സിനോട് ചോദിക്കുക. ആരാണോ നിങ്ങളിലേക്ക് ക്ഷണിച്ചത് അവരെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ഈ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ തൊട്ട് മേലെയുള്ള ഒരു വ്യക്തി, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലീഡർ, അദ്ദേഹത്തിന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് ദ പ്രോഗ്രാം. ഇപ്പോൾ സമയം 7:35. ഓക്കെ, ഒരു ഏകദേശം ഒരു 40 മിനിറ്റിൽ നമുക്ക് ആ ഇൻകം പ്ലാൻ അത് പറയുകയാണെങ്കിൽ 40 മിനിറ്റ് അല്ല 4 മണിക്കൂർ പറയാനുള്ളതുണ്ട്. പക്ഷെ നിങ്ങൾ ആൾറെഡി ഇതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് ഉള്ള ആളുകളാണ്. കുറച്ച് ആളുകൾ നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ ഇൻകം പ്ലാൻ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ എങ്ങനെ വരുമാനം വരുന്നു എന്ന് ഇതിൽ ജോയിൻ ചെയ്ത് വിട്ടുപോകുന്ന ആളുകളിൽ 99% മനസ്സിലാക്കാണ്ട് പോകുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അവർ വിട്ടുപോകില്ല. അവർ മനസ്സിലാക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മളാണ്. കാരണം നമുക്കിത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം പഠിക്കാൻ കുറച്ച് നോളജ് മതി, പഠിപ്പിക്കണമെങ്കിൽ നല്ലപോലെ നോളജ് വേണം. ഈ സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി, നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ലേൺ, ആദ്യത്തത് പഠിക്കുക. അപ്പൊ ഈ കൂട്ടത്തിലെ കുറച്ച് ആളുകളൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചവരാണ്. രണ്ടാമത്തെ എഡ്യൂക്കേറ്റ്സ്, പഠിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം പഠിപ്പിക്കുക. 3 കാര്യങ്ങൾ അതിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ആൾറെഡി ഉണ്ട്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഇത് എങ്ങനെ ചെയ്യണം, അതാണ് നമുക്ക് പറയുന്നത്. ഇൻകം പ്ലാൻ. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാണ്. നോബൽ സാർ, പിക്ചർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാറേ. സൗണ്ട് ക്ലിയർ ആണല്ലോ? അതെ, ക്ലിയർ ആണ്. സോ ആർസിഎം ബിസിനസിന്റെ റിയൽ ആയിട്ടുള്ള ഇൻകം പ്ലാൻ. ഓക്കെ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആർസിഎം ബിസിനസ്. ആർസിഎം ബിസിനസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലോഗോ തന്നെ പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കുന്ന വളരെ വലിയ ഒരു സൈലന്റ് റവല്യൂഷൻ, ഒരു നിശബ്ദ വിപ്ലവമാണ് ആർസിഎം. സോ എല്ലാവർക്കും ആർസിഎം ബിസിനസ്സിലോട്ട് സ്വാഗതം. ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അതിലൊന്നാണ് MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതായത് ഉൽപ്പന്നം കൊടുക്കാവുന്ന ഉയർന്ന വില, ഏറ്റവും കൂടിയ വില അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, അതാണ് MRP. പക്ഷെ നമ്മൾ ആർസിഎം മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു DP ഉണ്ട്, ഡിസ്കൗണ്ട് പ്രൈസ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സ് പ്രൈസ്. അതെപ്പോഴും MRPയേക്കാൾ താഴെയായിരിക്കും. അപൂർവം ചില കേസുകളിൽ MRP DP ഒരേപോലെ വരാറുണ്ട്. അത് ചില പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് ചേഞ്ച് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. സാധാരണ കേസിൽ ഒരു 15 to 30% മാർജിൻ MRP DP നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവാറ്. ഇനി മൂന്നാമത്തെ ഒരു വേർഡാണ്, അതിലൊരു ടേമാണ് BV എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വോള്യം. നമ്മൾ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് BV. കാരണം നമ്മുടെ വരുമാനം മുഴുവൻ BVയെ ബേസ് ചെയ്തിട്ടാണ്. ബിസിനസ് വോള്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന മൂല്യം അല്ലെങ്കിൽ കച്ചവട മൂല്യം. ഇതെന്താണെന്നൊന്ന് ശരിക്കും മനസ്സിലാക്കും. വിൽപ്പന മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിതരണത്തിലൂടെ, ഡിസ്ട്രിബ്യൂഷനിലൂടെ കമ്പനിക്ക് കിട്ടുന്ന മൊത്തം നീക്കിബാക്കിയാണ് ബിസിനസ് വോള്യം. ഇപ്പൊ ബിസിനസ് വോള്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പൈസ തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ MRP DP BV 174, 142, 58. 174 എന്ന് വെച്ചാൽ അതിന്റെ MRP ആണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലർക്ക് മെമ്പർഷിപ്പ് എടുത്തതിന്റെ കെയർ ഓഫിൽ അവർക്ക് 32 രൂപ കിഴിവിന് കിട്ടുന്നു, 142 രൂപയ്ക്ക് കിട്ടുന്നു. അത് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോള്യം എന്ന് വെച്ചാൽ 58 എന്ന് വെച്ചാൽ 58 രൂപ തന്നെയാണ്. ഈ ബിസിനസ് വോള്യത്തിന്റെ 45% കമ്പനി നമുക്ക് തരും. ഓക്കെ,
അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ഈ 58 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിന്റെ ക്രയവിക്രയത്തിലൂടെ, വിതരണത്തിലൂടെ, ഡിസ്ട്രിബ്യൂഷനിലൂടെ കമ്പനിക്ക് 58 രൂപ കിട്ടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാൻ എത്ര വില വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് സാധാരണ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ എത്രമാത്രം പണമാണ് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി അതിന്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് തന്നെ തരും. ഓക്കെ, അപ്പൊ ബേസിക് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായി. MRP, DP, BV. ഒരു ഉൽപ്പന്നത്തിന്റെ വിതരണത്തിലൂടെ കമ്പനിക്ക് കിട്ടുന്ന നീക്കിബാക്കിയാണ് ബിസിനസ് വോള്യം. ഇപ്പൊ വളരെ ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ബിസിനസ് വോള്യം കുറവായിരിക്കും. ആട്ട ആൻഡ് ഓയിലിന് കമ്പാരിറ്റീവ്ലി ബിസിനസ് വോള്യം കുറവായിരിക്കും. ഫുഡ് ഐറ്റത്തിനെല്ലാം 50% ബിസിനസ് വോള്യം ആയിരിക്കും. കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ സോപ്പ്, പേസ്റ്റ് അതിനൊക്കെ 66% ആവറേജ് ബിസിനസ് വോള്യം. ഫുഡ് സപ്ലിമെന്റ്സ്, ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റുകൾക്കൊക്കെ 75% ബിസിനസ് വോള്യം ഉണ്ട്. അപ്പൊ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2/3 ബിസിനസ് വോള്യം നമുക്ക് കിട്ടും. നമ്മൾ മിക്സഡ് പ്രൊഡക്റ്റുകളാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 600 മുതൽ 700 വരെ ബിസിനസ് വോള്യം, ഒരു 2/3. ഇതാണ് ഇതിന്റെ ഒരു ആവറേജ് കണക്ക്. ഇപ്പൊ നമ്മൾ ആട്ട മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര ബിസിനസ് വോള്യം വരില്ല. ന്യൂട്രി ചാർജ് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ 75% ബിസിനസ് വോള്യം വരും. അതിലും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ബിസിനസ് വോള്യം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എനർജി ഡ്രിങ്ക്. അതിന് 76% ബിസിനസ് വോള്യം ഉണ്ട്. കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ചില ക്ലോത്തിങ് യൂണിറ്റുകളുണ്ട്, ക്ലോത്തിങ് പ്രൊഡക്റ്റുകളുണ്ട്. അത് 100% ബിസിനസ് വോള്യം ഉള്ളതാണ്. ചില ടെക്സ്റ്റൈൽ സ്യൂട്ട് ലെങ്ത്തിനൊക്കെ 100%. അങ്ങനെ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിന് കമ്പനിക്ക് ഒന്നും വേണ്ടാന്നാ പറയുന്നത്. അതിന്റെ പ്രോഫിറ്റിന്റെ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് 100% ബിസിനസ് വോള്യം തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബേസിക് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ പുതിയൊരാൾക്ക് അവർക്ക് അറിയില്ലേ BV എന്താണെന്ന്. എല്ലാവരും BV എന്ന് പറയുന്നു, ഞാനും പറയുന്നു. ആ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മൾ BVയുടെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. BVയുടെ ഡിസ്ട്രിബ്യൂഷൻ 45 കമ്പനിക്ക്, 55 നമുക്ക്, 10% PUCക്ക് എന്ന് പറയുന്നുണ്ട്. അതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പൊ അത് കമ്പനി തന്നെ കറക്റ്റ് ചെയ്തിട്ട് അത് പറയണ്ടെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ബിസിനസ് വോള്യത്തിന്റെ 45% കമ്പനി ഡയറക്ട് സെല്ലേഴ്സ് ആയ നമുക്ക് തന്നെ തരും. ഓക്കെ, PUCക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് വോള്യത്തിന്റെ ബേസിലല്ല കിട്ടുന്നത്. നമ്മൾ മുൻപ് കാണിച്ച സ്ലൈഡുകളിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഡയറക്ട് സെല്ലേഴ്സിന് കിട്ടുന്നത് ബിസിനസ് വോള്യത്തിന്റെ 45%. അത് തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ആദ്യത്തേതാണ് പെർഫോമൻസ് ബോണസ്. അത് 10 മുതൽ 32% പെർഫോമൻസ് ബോണസ്. അത് RCBയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ഒരു ടീം ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, തുടക്കക്കാരന് 10% പെർഫോമൻസ് ബോണസ് കിട്ടും ബിസിനസ് വോള്യത്തിന്റെ. അതായത് ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിൽ ഒരു ഹെൽത്ത് കാർഡ് ഓയിൽ ബില്ല് ചെയ്താൽ 58 ബിസിനസ് വോള്യം അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ 80 പൈസ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, മിനിമം 10%. അത് പതുക്കെ പതുക്കെ നമ്മുടെ ടീം വലുതാകുന്നതിനനുസരിച്ച് 32% വരെ വരും. അപ്പൊ ഇതാണ് പെർഫോമൻസ് ബോണസ്. അത് കിട്ടാനുള്ള എലിജിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, രണ്ടാമത്തതാണ് റോയൽറ്റി. നമ്മുടെ ടീം വളരുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന അടുത്തൊരു ലെവൽ കമ്മീഷനാണ് റോയൽറ്റി. റോയൽറ്റി കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള 3 കാറ്റഗറി ആളുകളാണെന്ന് ലോകത്തിലുള്ളൂ. 1 പാട്ടുകാര്, 2 സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാര്, 3 എഴുത്തുകാര്. ഇപ്പൊ മുൻപ് എപ്പോഴും എഴുതിയ ഒരു പുസ്തകം വീണ്ടും റീപ്രിന്റ് ചെയ്യുമ്പോൾ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിക്ക് പ്രിന്റ് ചെയ്യുന്ന കമ്പനി കുറച്ച് പൈസ കൊടുക്കും. അതാണ് റോയൽറ്റി. ഒരു പാട്ടുകാരന്റെ പാട്ട് വീണ്ടും റീപബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുസ്തകം റീപബ്ലിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന ഒരു നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. RCBയിൽ ഇതുപോലെ റോയൽറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിന് പാട്ടുകാരാവണ്ട, എഴുത്തുകാരാവണ്ട, സയന്റിസ്റ്റ് ആവണ്ട, എല്ലാവർക്കും ഇത് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അർഹതയുണ്ട്. ആരൊക്കെയാണോ ഇതിനെ സീരിയസ് ആയിട്ട് കണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ അടുത്തൊരു സ്റ്റേജ് ആണ് ടെക്നിക്കൽ ബോണസ്. ടെക്നിക്കൽ ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു തലത്തിലോട്ട് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ടെക്നിക്കൽ ലെവലിലേക്ക് എത്തും. അവർക്ക് 5% കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 32 + 8 40 + 5 45. ഇതാണ് ബിസിനസ് വോള്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി മേലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബിസിനസ് വോള്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ 45% മാത്രമേ പറയുന്നുള്ളൂ. കമ്പനിക്ക് എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ PUCക്ക് എന്ത് കിട്ടുന്നു എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും അമെന്റ്മെന്റ് വരും. കാരണം നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളല്ല ഇപ്പൊ പഠിക്കുന്നത്. ഇപ്പൊ പഠിക്കുന്നത് കാര്യങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. RCBയിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? നമുക്കിവിടെ 4 തരത്തിലുള്ള വരുമാനങ്ങളുണ്ട്. 4 തരത്തിലുള്ള വരുമാനങ്ങളിൽ ഒന്നാമത്തെ വരുമാനമാണ് സെൽഫ് യൂസ്. ഉൽപ്പന്നങ്ങൾ സ്വന്തമായി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വരുമാനം കിട്ടും. അത് തന്നെ 3 തരത്തിലുണ്ട്.
ഒന്ന് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു. രണ്ട്, സ്പോട്ട് ഡിസ്കൗണ്ട്. ആർക്കാണ് സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നത്? ആരാണോ RCM മെമ്പർഷിപ്പ് എടുത്ത ആളുകള്, ലൈവ് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഓരോ ഉൽപ്പന്നത്തിനും ഡിസ്കൗണ്ട് പ്രൈസിൽ സാധനങ്ങൾ കിട്ടും. മൂന്നാമത്തെ ബെനിഫിറ്റ് കമ്മീഷൻ ബേസ്ഡ് ഓൺ BV, ബിസിനസ് വോള്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പൊസിഷൻ അനുസരിച്ച് അവർക്ക് കമ്മീഷൻ കിട്ടും. അത് ഒന്നാമത്തെ വരുമാനം. ഒന്നാമത്തെ വരുമാനം തന്നെ 3 തരത്തിലുണ്ട്. രണ്ടാമത്തെ വരുമാനമാണ് സെയിൽസ്. നിങ്ങൾക്ക് RCM പെട്ടെന്ന് വരുമാനം കിട്ടണം തന്നെയുള്ള ഏറ്റവും നല്ല വഴി നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. എല്ലാം ഡേ ടു ഡേ ലൈഫിൽ വേണ്ട സാധനങ്ങളാണ്, കൺസ്യൂമബിൾ പ്രൊഡക്റ്റ് ആണ്, ഉപയോഗിച്ച് തീരുന്ന ഉൽപ്പന്നങ്ങളാണ്, ആവർത്തന സ്വഭാവമുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കിത് എന്നും വേണ്ടതാണ്, എല്ലാ ദിവസവും വേണ്ടതാണ്, അഫോർഡബിൾ, താങ്ങാവുന്ന വിലയേ ഉള്ളൂ, ഒപ്പം ക്വാളിറ്റി ഉണ്ട്. ഈ ഗുണങ്ങൾ ഉള്ളിടത്തോളം കാലം ഇത് നമുക്ക് ആളുകൾക്ക് കൊടുക്കാം. എല്ലാവർക്കും വേണം. നമ്മൾ കുളിക്കാത്ത ആളുകളില്ലേ, പല്ല് തേക്കാത്ത ആളുകളില്ലേ, ചായ കുടിക്കാത്ത ആളുകളില്ലേ, ഇത്തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സെയിൽസിലൂടെയും വരുമാനം കിട്ടും. മൂന്നാമത്തത് മറ്റൊരു സജീവമായിട്ടുള്ള PUC ഇല്ലാത്ത സ്ഥലത്ത് നമുക്കൊരു ഷോപ്പ് തുടങ്ങാം, അതുവരെയും വരുമാനം കിട്ടും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ആൻഡ് നാലാമത്തെ ബെനിഫിറ്റ് ആണ് ടീം ബിൽഡിംഗ്. ഇതിലൂടെ നമുക്ക് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ, എന്താണ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മ, അതാണ് നിങ്ങളുടെ ടീം. ആ ടീമിലൂടെ നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യം പറഞ്ഞ 3 വരുമാനത്തിന്റെയും പ്രത്യേകത അത് ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും, ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. പക്ഷെ നാലാമത്തെ വരുമാനത്തിന്റെ പ്രത്യേകത, ടീം ബിൽഡിങ്ങിന്റെ പ്രത്യേകത, ആദ്യത്തെ കുറച്ചു കാലം നമ്മൾ നന്നായിട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും നമുക്ക് അതിലൂടെ വരുമാനം, നിരന്തരമായ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ടീം ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും. അപ്പൊ ഇതില് നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ വരുമാനം. ഈ ഒരു ചാർട്ട് നമുക്കിപ്പോ ഈ 1-ാം തീയതി മുതൽ കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് അതിന് മുമ്പ് തയ്യാറാക്കിയതാണ്. അതിന്റെ റേറ്റിൽ ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് അമെന്റ് ചെയ്തിട്ടില്ല. ബട്ട് നോ പ്രോബ്ലം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാവുന്ന 1-2 പ്രൊഡക്റ്റുകളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ 2 പ്രൊഡക്റ്റ്, ബാക്കിയെല്ലാം അതുപോലെ നമുക്ക് കണക്കൂട്ടിയാൽ മതി. ചക്കി ഫ്രഷ് ആട്ട, 5 കിലോ ആട്ട, മൾട്ടിഗ്രെയിൻ ഹോൾ വീറ്റ് ആട്ട. ആശീർവാദമൊക്കെ നല്ല കമ്പനിയാണ്, അന്നപൂർണ്ണ അങ്ങനെ കാറ്റഗറി നല്ല ഗ്രേഡ് 1 ടൈപ്പ് ആട്ട കിട്ടുന്ന കമ്പനികളിൽ മൾട്ടിഗ്രെയിൻ ഹോൾ വീറ്റ് ആട്ടയ്ക്ക് 5 കിലോയ്ക്ക് 305 രൂപ ലോക്ക്ഡൌണിന് മുന്നത്തെ വിലയാണ്. നമുക്ക് സമാന ഗുണം നൽകുന്ന ഇന്ത്യൻ ബ്രാൻഡ് ആട്ട RCM കിട്ടുന്ന ചക്കി ഫ്രഷ് ആണ്, ഹോൾ വീറ്റ് ആണ്, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതാണ്, മുളപ്പിച്ച് പൊടിപ്പിക്കുന്നതാണ്. ആ ആട്ട 238 കിട്ടുമ്പോൾ ആലോചിച്ച് നോക്കുക, 62ഉം 5ഉം 67 രൂപയുടെ വ്യത്യാസമാണ് ഒരു പാക്കറ്റ് ആട്ടയിൽ വരുന്നത്. തീർന്നില്ല. ഇതിൽ RCM മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് 200 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 38 രൂപ ഓൺ ദ സ്പോട്ട് ഡിസ്കൗണ്ട്. ഇത് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോള്യൂം 38 ആണ്. അതിന്റെ ഒരു തുടക്കക്കാരൻ മിനിമം 3 രൂപ 80 പൈസ മുതൽ അതിന്റെ 32% വരെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഒരു പാക്കറ്റ് ആട്ടയില്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത്രയും ഹ്യൂജ് ആയിട്ടുള്ള 100 ചില്ലാനം രൂപയാണ് 5 കിലോയുടെ ഒരു ആട്ടയുടെ ബ്രാൻഡ് മാറ്റിയാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഓയിലിന്റെ കേസ് നോക്കാം. ഓയില് സമാന ഗുണം നൽകുന്ന നല്ല കോക്കനട്ട് ഓയിൽ മാർക്കറ്റിൽ, ഇപ്പൊ നല്ല സൂപ്പർ മാർക്കറ്റില് 220-230 രൂപ വിലയുണ്ട്. നമുക്ക് 174 ഉള്ളൂ. നല്ല പ്യുവർലി റൈസ് ബ്രാൻ ഓയിൽ, അതും HACCP സർട്ടിഫൈഡ്. നമ്മുടെ എണ്ണയുടെ പ്രത്യേകത, ആളുകൾ പലപ്പോഴും ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ചോദിക്കുമ്പോൾ ഇതിന് എന്താ അത്ര ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ദിസ് ഈസ് HACCP സർട്ടിഫൈഡ്. HACCP മീൻസ് ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്. കാരണം ഒരു ഉൽപ്പന്നത്തിന് സാധാരണ ലോക്കലി കിട്ടുന്ന അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI സർട്ടിഫിക്കേഷൻ. ഒരു ഉൽപ്പന്നത്തിന് ദേശീയ തലത്തില് കിട്ടുന്ന അംഗീകാരമാണ് ISI, ഇന്ത്യൻ സ്റ്റാൻഡർഡൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഉൽപ്പന്നത്തിന് അന്തർദേശീയ തലത്തിൽ കിട്ടുന്ന അംഗീകാരമാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസിംഗ് ഓർഗനൈസേഷൻ. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് HACCP. അപ്പോ ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് ധൈര്യമുണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, സാർ മാഡം ഇത് HACCP സർട്ടിഫൈഡ് ആണ്. അവർക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയണ്ടാവില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കുക, അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ്. അപ്പൊ ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി അത്ര മനസ്സിലാക്കിക്കുക. അപ്പൊ ഇത്രയും വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതെല്ലാം പറയേണ്ട കാര്യമില്ല. നമുക്ക് ചായ വേണം, കോഫി വേണം, കുളിക്കുന്ന സോപ്പ് വേണം, അലക്കുന്ന സോപ്പ് വേണം, എല്ലാം അവസാനത്തെ ആ ചുമന്ന അക്ഷരത്തിൽ എഴുതി നോക്കുക. 1676 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് മാറ്റിയപ്പോൾ വെറും 11 പ്രൊഡക്റ്റ് 1 വീതം
നമുക്ക് ഏകദേശം 1178 രൂപയ്ക്ക് സമാന ഗുണം നൽകുന്ന സ്വദേശി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. ഏകദേശം 500 ചില്ലാനും രൂപയുടെ വ്യത്യാസം. തീർന്നില്ല. ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്താലോ ഈ 1278 രൂപയ്ക്ക് ആർക്കും വാങ്ങിക്കാവുന്ന ഉൽപ്പന്നം ഒരു ഡയറക്ട് സെല്ലർക്ക് 974 രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഏകദേശം ഒരു 200 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. തീർന്നില്ല. അത് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോള്യം 445 എന്ന് വെച്ചാൽ ഒരു 44 രൂപ 50 പൈസ മുതൽ ഏകദേശം ഒരു 130 രൂപ വരെ ഇതിൽ നിന്ന് തിരിച്ചു കിട്ടും. എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റിൽ ഒരു മാസത്തെ ചെലവിന് വേണ്ടി വരുന്ന പണം കൊണ്ട് അതേ പണം നമുക്ക് ഇവിടെ 2 മാസത്തെ ചെലവിന് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ചെലവിനെ പകുതിയാക്കാൻ ഈ ഒരു സംവിധാനം സഹായിക്കും. ഈ ഒരു കണക്ക് നിങ്ങൾക്ക് എഴുതി കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് മൊബൈലിൽ കാണിച്ചു കൊടുക്കാം. ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ ഒരൊറ്റ മനുഷ്യന് നോ എന്ന് പറയില്ല. കാരണം എല്ലാവർക്കും ആരോഗ്യം വേണം, എല്ലാവർക്കും ചെലവ് ചുരുങ്ങണം, എല്ലാവർക്കും വരുമാനം വേണം. ഇത് ചെലവ് ചുരുങ്ങുന്നത് തന്നെ ഒരു വരുമാനമാണ്. അപ്പൊ ആർസിഎം തരുന്ന ഒന്നാമത്തെ വരുമാനമാണ് സെൽഫ് യൂസ്. അത് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തതാണ് സെയിൽസ്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ ടൈം ഉണ്ട്. 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ, 8 മണിക്കൂർ ജോലിക്ക് പൊക്കോളൂ, പിന്നെ 8 മണിക്കൂറുണ്ട്. അതിൽ 4 മണിക്കൂർ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെച്ചോളൂ. എന്നിട്ടും ഒരു ബാക്കി വരുന്ന 4 മണിക്കൂർ, അതായത് പ്രയോജനരഹിതമാക്കി നമ്മൾ കളയുന്ന 4 മണിക്കൂർ ഇന്നു മുതൽ വേണ്ട, ഇന്നത്തെ സമയം കഴിഞ്ഞു, നാളെ മുതൽ നിങ്ങൾ ആർസിഎമ്മിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങളെ സെയില് നടക്കും. നമുക്ക് DP-യിലാണ് കിട്ടുന്നത്, നമ്മൾ കൊടുക്കുന്നത് MRP-യിലാണ്. അപ്പൊ MRP DP ഡിഫറൻസ് നമുക്ക് നല്ലൊരു സെയിൽസ് മാർജിൻ ആയിട്ട് വരും. ഒപ്പം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബിസിനസ് വോള്യത്തിന്റെ കമ്മീഷനും കിട്ടുന്നുണ്ട്. ഡെയിലി ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ 30 ദിവസം കൊണ്ട് 60,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. ഒരു മിക്സഡ് കാറ്റഗറി പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഏകദേശം അതിന് വരുന്ന ബിസിനസ് വോള്യം ഒരു 40,000 വരും. ഓക്കെ, ഏകദേശം ചില വേരിയേഷൻസ് ഉണ്ടാവും എടുക്കുന്ന ഉൽപ്പന്നത്തിനനുസരിച്ച്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിൽസ് കമ്മീഷൻ, ഞാൻ സെയിൽസ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ MRP DP ഡിഫറൻസ് ഏകദേശം ഒരു 20% കൂട്ടിക്കൊള്ളൂ. കാരണം ചില ഐറ്റത്തിന് ന്യൂട്രിചാർജിനൊക്കെ 25% ഉണ്ട്, ചിലതിന് 30% ഉണ്ട്. നമ്മുടെ ചന്ദനത്തിരിയൊക്കെ നോക്കുമ്പോൾ ഓൾ ടൂത്തിൽ കിട്ടുന്ന മിനിമം പെർസെന്റേജ് 43 ആണ്. BV-യുടെ ബെനിഫിറ്റ് ഉൾപ്പെടെ 43% ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 20% ആവറേജ് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 12,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടും. അതായത് MRP-യിൽ നിന്നും MRP ആൻഡ് DP ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത് 12,000. മാത്രമല്ല ഈ 40,000 ബിസിനസ് മൂല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മീഷൻ സ്ലാബ്, പെർഫോമൻസ് ബോണസിന്റെ സ്ലാബ് അനുസരിച്ച് നമുക്ക് മിനിമം 19% കമ്മീഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പോ 40,000ന്റെ 19% എന്ന് വെച്ച് കഴിഞ്ഞാൽ 7,600 രൂപ ബാങ്കിൽ വരും. ഓക്കെ, അപ്പോ ആലോചിച്ച് നോക്കുക, 60,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ 1/3 വരുമാനമായിട്ട് കിട്ടുന്നു. ആലോചിച്ച് നോക്കുക, സെയിൽസിൽ 1/3 വരുമാനം കിട്ടുന്ന ഏതൊരു സംവിധാനം നമുക്കുള്ളത്. നിങ്ങൾ ഒരു 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 33,000 രൂപ സുന്ദരമായിട്ട് കഴിയും. വേറെ എന്ത് ജോലിക്ക് പോകേണ്ട ആവശ്യം, ഇത് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സജഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിസ്പ്ലേ വാൾ സെറ്റ് ചെയ്യുക, ഒരു ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറയും. എന്നിട്ട് അതിലൂടെ നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ ഭംഗിയായിട്ട് മൂവ് ചെയ്യും. കാരണം ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ, ഒരു തവണ ഉപയോഗിച്ച ആളുകൾ അതിലേക്ക് വീണ്ടും വീണ്ടും വരും. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്രയും സുന്ദരമായുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ 138 കോടി ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘടനയാണ് നമ്മൾ. അപ്പൊ അത് എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം. അതിന് നമുക്ക് എന്ത് വേണം? ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് വേണം, പ്രതിബദ്ധത. അത് ഞാൻ ഒടുവിൽ പറയാൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇൻകം ഫ്രം സെയിൽസ്, നിങ്ങൾക്ക് 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഒരു 1,000 രൂപയുടെ ആവറേജ് വെച്ച് ചെയ്ത് 30,000 രൂപയുടെ സെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 9,500 9,400 രൂപ വേണ്ട 9,000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം കിട്ടും. 1,000 രൂപയുടെ പ്രൊഡക്റ്റ് ഡെയിലി സെയിൽ ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ സാധാരണ അൺസ്കിൽഡ് ലെവലില് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ലേഡീസ് ഉണ്ട്, എത്രയോ ജെന്റ്സ് ഉണ്ട്. രാവിലെ ഒരു 8 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6:30 7 മണിക്ക് തിരിച്ചു വരുന്നവർക്ക് ഒരു മാസം മുഴുവൻ വർക്ക് ചെയ്താൽ കിട്ടുന്നത് ഏകദേശം ഒരു 7,000 മുതൽ 10,000 രൂപ വരെയാണ്. അതും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും അതിൽ വരുന്നില്ല. നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് വേണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. അവർക്ക് ഈ ആശയം നിങ്ങൾ ശരിയായ രീതിയിൽ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവരൊക്കെ വരും ആർസിഎമ്മിലേക്ക്.
വരുന്ന ആളുകളിൽ നമുക്ക് RCMൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും, കാരണം എല്ലാവരും ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ആ എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അവരെ മുഴുവൻ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട്, നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇത് രണ്ടാമത്തെ വരുമാനമാണ്. നിങ്ങൾ കൂടുതൽ സെയിൽ ചെയ്താൽ കൂടുതൽ വരുമാനം, കുറവ് സെയിൽ ചെയ്താൽ കുറവ് വരുമാനം, സെയിൽ ചെയ്തില്ലെങ്കിൽ നോ വരുമാനം. ഓക്കെ, മൂന്നാമത്തെ വരുമാനമാണ് ഇൻകം ത്രൂ POC. RCMന്റെ ഷോപ്പിനെ നമ്മൾ പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്, വണ്ടർ വേൾഡ് ക്വിക്ക്. RCMന്റെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ നമുക്ക് വരുമാനം കിട്ടും. ഷോപ്പ് തുടങ്ങാൻ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ, ഒരു 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വേറെ സജീവമായ ഷോപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. സജീവമായ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു 1.5-2 ലക്ഷം രൂപയുടെ സെയിൽ പോലും ഇല്ലാത്ത ഷോപ്പുകളാണെങ്കിൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ ഷോപ്പ് അലോട്ട് ചെയ്യും. ഓക്കെ, ഇതിനെല്ലാം ഓൺലൈൻ സിസ്റ്റമാണ്. ഓൺലൈൻ ഓർഡർ മീൻസ് ഓൺലൈനിലൂടെ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപയുടെ ഒരു റിഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും പിന്നെ കമ്പനിയുടെ ഒരു ഗ്ലോ സൈൻ ബോർഡ് ഉണ്ട്, ഒരു യൂണിഫോമിറ്റി ഉള്ള ബോർഡ് നമ്മുടെ കടയിൽ വെക്കണം. അതും കൂടി ചേർത്ത് അതിന്റെ സൈസ് അനുസരിച്ച് അതിന്റെ എമൗണ്ട് കൂടി നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. ഈ 10,000 രൂപ എപ്പോഴാണോ നമ്മൾ POC ക്ലോസ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട്, ആ സമയത്ത് നമുക്ക് ഈ 10,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അത് റിഫണ്ടബിൾ ആണ്. ഓക്കെ, ഇത് അലോട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ആദ്യത്തെ പർച്ചേസ് 5 ലക്ഷം രൂപയുടെ ഫസ്റ്റ് പർച്ചേസ്. ഒരു പക്ഷേ ഇപ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടിയിരിക്കാൻ, കാരണം ഈ കോവിഡിന്റെ പ്രശ്നം കാരണം നമുക്ക് കുറച്ച് പ്രൊഡക്റ്റിന് ഷോർട്ടേജ് ഒക്കെ ഉള്ളതും ചിലപ്പോൾ ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഉറപ്പില്ല. അപ്പോ ഇതിന്റെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. 2 തരത്തിലുള്ള വരുമാനമാണ് POCയിലൂടെ കിട്ടുന്നത്. 2 തരത്തിലല്ല, 3 തരത്തിലുള്ള വരുമാനം കിട്ടും. അതില് ഒന്നാമത്തെ വരുമാനം പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഡിപ്പോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള 4 മെയിൻ ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്: കോഴിക്കോട്, കണ്ണൂർ, ചെങ്ങന്നൂർ ആൻഡ് തൃശ്ശൂർ. ആ ഡിപ്പോയിൽ പോയിട്ട് ഒരു POC ഓണർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്റ്റിലെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് ആട്ടയ്ക്കും ഓയിലിനും, അതായത് പൊതുവെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകൾക്ക് 7% ഡിസ്കൗണ്ടില് സാധനങ്ങൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ആട്ട 200 രൂപ DP ഉള്ള ഒരു ആട്ട ഒരു POCക്കാരൻ ഡിപ്പോയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ 200ന്റെ 7% എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 രൂപ കിഴിവിനാണ് ഈ ആട്ട കിട്ടുന്നത്. ഓക്കെ, അതായത് 186 രൂപ കൊടുത്ത് ആട്ട അദ്ദേഹം വിൽക്കുന്നത് 200 രൂപയ്ക്കാണ്. അപ്പൊ ആ ഒരു ആട്ടയിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്നത് 14 രൂപയാണ്. അതാണ് ഒരു POC നടത്താനുള്ള വരുമാനമായിട്ട് പരിഗണിക്കുന്നത്. മറ്റെല്ലാ പ്രൊഡക്റ്റുകൾക്കും, അതായത് മറ്റ് ന്യൂട്രിചാർജും മറ്റെല്ലാ പ്രൊഡക്റ്റുകൾക്കും, FMCG പ്രൊഡക്റ്റുകൾക്ക് വരുന്നത് 8% മാർജിനാണ്. ഉദാഹരണത്തിന് ഒരു ന്യൂട്രിചാർജ് മെന്ന് ഒരു POC ഓണർ ഒരു ഷോപ്പ് ഒരു ഡിപ്പോയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ന്യൂട്രിചാർജ് മെന്നിന് 300 DP. അതിന്റെ 8% എന്ന് വെച്ചാൽ 24 രൂപ കിഴിവിന് 276 രൂപയ്ക്കാണ് ആ ന്യൂട്രിചാർജ് മെന്ന് ഈ ഷോപ്പുകാരന് POCക്കാരന് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് ബിസിനസ് പ്രൊമോഷനുള്ള ടൂൾസ്. ഈ ടൂൾസിനല്ല, അപ്പൊ നമുക്ക് RCMന്റെ ഷോപ്പിംഗ് ബാഗ് ഉണ്ട്, RCMന്റെ ഒഫീഷ്യൽ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്, ഇതിനൊക്കെ 10% മാർജിൻ ഉണ്ട്. അപ്പൊ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 7, 8, 10, ഒരു ആവറേജ് ഒരു 8% നമുക്ക് കൂട്ടാം. അപ്പൊ നമുക്ക് പർച്ചേസിലൂടെ ആവറേജ് ഒരു 8% മാർജിൻ, അതുപോലെ തന്നെ സെയിൽസിലൂടെ ഉണ്ട്. നല്ല സെയിൽ വരുന്ന ഷോപ്പുകൾക്ക് ആവറേജ് ഒരു 2 ലക്ഷത്തിന്റെ സെയിൽ വരികയും 6 മാസം കൊണ്ട് 12 ലക്ഷം, അതായത് ഒരു കണക്കുണ്ട്, ഏപ്രിൽ ടു സെപ്റ്റംബറും ഒക്ടോബർ ടു മാർച്ചും ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ആവറേജ് ഒരു 12 ലക്ഷത്തിന്റെ സെയിൽ ടോട്ടൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കമ്പനി 1% ഇൻസെന്റീവ് തരും. അതായത് ഒരു അർദ്ധവാർഷിക കണക്ക് നോക്കുമ്പോൾ, അതായത് ഏപ്രിൽ ടു സെപ്റ്റംബർ ഒക്ടോബർ ടു മാർച്ച് ടൈമില് ഒരു 12 ലക്ഷത്തിന്റെ സെയിൽ നടത്തുന്ന ഒരു ഷോപ്പുകാരന് അതിന്റെ 1%, അതായത് 12,000 രൂപ ഇൻസെന്റീവ് ആയിട്ട് കമ്പനി കൊടുക്കും. ഈ 12 ലക്ഷത്തിന് പകരം 25 ലക്ഷം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന്റെ 0.5% കൂടി കൂടും. അതായത് 1 എന്നുള്ളത് 1.5% വരെ കമ്പനി നമുക്ക് ഇൻസെന്റീവ് ആയിട്ട് ക്യാഷ് ആയിട്ട് POCയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതിന് നമുക്ക് പ്രൊഡക്റ്റിൽ വാങ്ങിക്കാൻ പറ്റും. അതിന് TDSO ടാക്സോ മറ്റോ കാര്യങ്ങളോ ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓക്കെ, അപ്പോ 2 തരത്തിലും ബെനിഫിറ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ഞാൻ എഴുതി കാണിക്കാത്ത, നിങ്ങളുടെ കടയിൽ ഒരുപാട് ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കും. ഓപ്പൺ സെയിൽ, അതായത് RCMൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും MRPയിലായിരിക്കും അല്ലെ. MRPയിലാണ് കൊടുക്കാൻ പാടുള്ളൂ, അതിൽ താഴെ കൊടുക്കാൻ പാടില്ല. എന്ത് വന്നാലും കൊടുക്കാൻ പാടില്ല. RCMലെ ഡയറക്ട് സെല്ലേഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ പുതിയ ജോയിൻ ചെയ്യുന്ന ആളുകൾ, ഈ 3 കാറ്റഗറി ആളുകൾക്ക് മാത്രമേ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ. മറ്റെല്ലാവർക്കും MRPയിലേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യൂ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ KYCയിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും RCMൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെ ഓപ്പൺ സെയിൽ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ബെനിഫിറ്റ് കിട്ടും. കാരണം അപ്പൊ ആ പെർസെന്റേജ് ഒക്കെ നോക്കുമ്പോൾ വളരെ ഉയർന്ന ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് കമ്പനി ചെലവില് നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഒരു അവസരമാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ RCMൽ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് ഷോപ്പ് നടത്തുമ്പോൾ കിട്ടുന്ന വരുമാനം കിട്ടുമോ? അപ്പൊ തന്നെ അയാൾക്ക് ഒരു ടീം ഡെവലപ്പ് ചെയ്യാം. അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ കമ്പനി ചെലവിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസരം കൂടി RCM ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഒരു PUC നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ആവറേജ് ഒരു 8 ലക്ഷത്തിന്റെ സെയിൽ നടന്നു കഴിഞ്ഞാൽ ആനുവൽ സെയിൽ നോക്കുക, 12.96 96 ലക്ഷത്തിന്റെ സെയിൽ നടന്നാൽ ആവറേജ് ഞാൻ പറഞ്ഞു 8+1.5 9.5% കമ്മീഷൻ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോ 96 ലക്ഷത്തിന്റെ 9.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 9,12,000. അപ്പൊ ഒരു മാസം നോക്കി കഴിഞ്ഞാൽ അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 76,000 രൂപ. ആലോചിച്ച് നോക്കുക, ആവറേജ് 8 ലക്ഷത്തിന്റെ സെയിൽ നടക്കുന്ന ഒരു ഷോപ്പിന് 76,000 രൂപ കമ്മീഷനായിട്ട് കിട്ടുന്നു. അപ്പൊ അത് മുഴുവൻ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടില്ലേ. കാരണം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. റെന്റ് കൊടുക്കണം, സ്റ്റാഫ് ഉണ്ടെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ഒരു 26,000 മാറ്റി വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു 50,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ RCMൽ ഒരു നല്ല സെയിലുള്ള ഷോപ്പ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോ ഈ ഷോപ്പ് നടത്താൻ നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾക്ക് RCM ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് നിങ്ങളുടെ ലീഡർ ആരാണോ നിങ്ങളുടെ ലീഡറും ടെക്നിക്കൽ അച്ചീവറും സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ RCMന്റെ ഷോപ്പ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. മറ്റൊരു കാര്യങ്ങളും മറ്റ് ഫീസിബിലിറ്റി എല്ലാം നിങ്ങളുടെ ലീഡേഴ്സുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകത്തിന്റെ സാധ്യത ഇതിലൂടെ കിട്ടുന്നുണ്ട്. നോക്കൂ, ഈ വരുമാനം ഈ ചുമന്ന അക്ഷരത്തിൽ കാണിച്ച് അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല. ഒരു ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് ഷോപ്പിന്റെ പ്രൊമോഷൻ, നമ്മളത് മറ്റൊരു ക്ലാസ്സിൽ എങ്ങനെ ഒരു PUC സക്സസ്ഫുള്ളി റൺ ചെയ്യാന്നുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പ്രസന്റേഷനിൽ കാണിക്കും. അപ്പോ അത് നമുക്ക് കൂടുതൽ അപ്പൊ മനസ്സിലാക്കാം. ഒരുപാട് എഫർട്ട് എടുക്കുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. എനിക്കൊരു ഷോപ്പ് ഉണ്ട്, ഓട്ടുപാറ RCM ഷോപ്പ്, സ്വരാജ് RCM ഷോപ്പ്. 13 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്ന സെയില് ഏകദേശം 1,23,00,000 ടേൺ ഓവർ വന്നു. അപ്പൊ അതിന്റെ കമ്മീഷൻ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. അപ്പൊ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഇപ്പൊ നമ്മള് ഒരു ദിവസം 5, 6, 7, 8, 10 ബോക്സ് ഓയിൽ സെയിൽ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഈ കട തുടങ്ങിയ ഒരു കാലഘട്ടത്തില് 6 മാസം കൊണ്ട് 12 പാക്കറ്റ് ഓയില്, അതായത് ഒരു ബോക്സ് ഹെൽത്ത് കാർഡ് ഓയിൽ വിൽക്കാൻ പറ്റാതെ എണ്ണയുടെ ലൈഫ് എക്സ്പയർ ആയിട്ട് അവസാനം വന്ന പാക്കറ്റ് വീട്ടില് വിളക്കെണ്ണയായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇന്ന് അങ്ങനെയല്ല. കാരണം നമ്മൾ കൂടുതൽ പ്രൊമോഷൻ കൊടുത്ത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടേൺ ഓവർ ഒക്കെ വരുന്നുണ്ട്. അവിടെ മാത്രമല്ല, എല്ലാ ഷോപ്പുകളിലും വരുന്നുണ്ട്. ആരൊക്കെയാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഷോപ്പിൽ വരുന്ന വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്, വെറുതെ ഒരു ഉപ്പ് വാങ്ങിക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും മസാലയും അച്ചാറും ബിസ്ക്കറ്റും ന്യൂട്രിചാർട്ട് കിറ്റ്സും മെന്നും ഇതിനും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഡയമണ്ട് ക്ലബും കൂടി ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ട് വരും. അതാണ് നമ്മുടെ കപ്പാസിറ്റി. അതിനനുസരിച്ച് നമ്മുടെ നോളേജ് ലെവൽ കൂട്ടണം. നമ്മൾ കുറച്ചുകൂടി ഷാർപ്പാവണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ആർക്കും ഒരു പണിയില്ല, കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. ഇനി എന്തെന്ന് ആകെ കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതിന്റെ സാധ്യത കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ആ കറക്റ്റ് വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിക്കുക. അവർ തനിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടോ ഒരു കൂട്ടായ്മയായിട്ടോ ചെയ്യട്ടെ. ഒറ്റയടിക്ക് ആരും നമ്മൾ ഒരു ഷോപ്പൊന്നും അലോട്ട് ചെയ്യില്ല. അവരതിന് കാലിബർ ഉള്ളവരാണെന്ന് നിങ്ങളുടെ സീനിയർ ലീഡേഴ്സിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അലോട്ട് ചെയ്യുള്ളൂ. അതിന് മുന്നേ ഒന്നും കൊടുക്കില്ല. അങ്ങനെയൊന്നും കരുതണ്ട. പല ആളുകളും പറയാറുണ്ട്, ആദ്യമായിട്ട് RCMലേക്ക് വന്ന് പ്ലാൻ കേൾക്കുമ്പോൾ ഇനി ഇപ്പൊ ഷോപ്പ് ഇടണം. ഞാൻ പറയുന്നത് ഷോപ്പൊക്കെ ഇടാൻ പറ്റും. ആദ്യം നിങ്ങൾ കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾ ഒരു ചുരുങ്ങിയത് ഒരു 10 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ഇത് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ പലചരക്കട പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളൊരു കട തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ശരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യണം. അത് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് വരുന്നുണ്ട്. അല്ലാത്ത ആളുകൾ വെറുതെ വർഷങ്ങളായിട്ട് ഞാനും RCM ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓക്കെ, ലെറ്റ് us ബി വെരി ഫ്രാങ്ക്. ഈ കാര്യത്തിൽ വളരെ ഫ്രാങ്ക് ആയിരിക്കണം, ഓപ്പൺ ആയിട്ട് പറയണം. അപ്പോ ഒരു 50,000 രൂപ വരുമാനം കിട്ടാനുള്ള ഒരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എത്ര വരെ പഠിക്കണം, എത്ര വർഷം പഠിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നമ്മുടെ നാട്ടില് ഇപ്പോ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് മീൻസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വരുമാനത്തിന്റെ ലെവൽ അതിന് എത്ര വർഷങ്ങൾ കഴിയണം? ഇവിടെ RCM ബിസിനസ് വന്ന ഷോപ്പ് നടത്തുന്ന എത്രയോ പേരുണ്ട്. 3, 4, 5 മാസം കൊണ്ട് ഈ ലെവലിലേക്ക് എത്തിയ ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുക. RCM തരുന്ന 3 വരുമാനങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആദ്യം കേൾക്കുന്ന ആളുകൾക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല, പേടിക്കേണ്ട. ദ മോർ യു ലിസൺ ദ മോർ യു ക്യാൻ ഗ്രാസ്പ്. എത്ര കൂടുതൽ നിങ്ങൾ കേൾക്കുന്നു അത്ര കൂടുതൽ അതിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവും.
എല്ലാവരും ഒരേ പ്ലാൻ, കഴിഞ്ഞ 20 വർഷമായിട്ട് ആർസിന്റെ ലീഡേഴ്സ് മുഴുവൻ ഒരേ പ്ലാനാണ് പറയുന്നത്. പക്ഷെ ഓരോ തവണ നമ്മൾ പ്ലാൻ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ അതിലൂടെ കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ഷോപ്പ് തുടങ്ങിയാലും നമുക്ക് വരുമാനം കിട്ടും. നിങ്ങളുടെ ടീമിലൂടെ കിട്ടുന്ന വരുമാനത്തിന് പുറമെയാണോ? ഇനിയാണ് ശരിക്കുള്ള ഒരു പാസീവ് ഇൻകം എങ്ങനെയാണ് RCM ജനറേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഞാൻ ഇതിലൊരു സ്ലാബ് കൊടുത്തിട്ട് നിങ്ങളെല്ലാവരുടെ കയ്യിലും മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കയ്യിലില്ലാത്ത ഒരാൾ പോലും നാളെ തൊട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട. വെരി സ്ട്രിക്ട്ലി ഞാൻ പറയണം, കാരണം ഇത് ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു കൂട്ടായ്മയാണ്. ഡയമണ്ട് ട്രെയിനിങ് അക്കാദമി എന്ന് വെച്ചാൽ നിങ്ങളെ ഡയമണ്ട് ആക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ്. അത് നിങ്ങളെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത 1 വർഷത്തിലാവണോ 10 വർഷത്തിലാവണോ അതോ അടുത്തൊരു 5 തലമുറയ്ക്ക് ശേഷം ആവണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികളെ, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക. അവരൊക്കെ പലപ്പോഴും ഇനിയൊരു ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ പ്രതീക്ഷയോട് ഇരിക്കണം. അവര് പ്രതീക്ഷകളൊന്നും മങ്ങലേൽപ്പിക്കേണ്ട. പക്ഷെ ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളത് ഒരു അപ്രിയമായ സത്യമാണ്. ഓക്കെ, അപ്പൊ ടീം ബിൽഡിംഗ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വരുമാനം കിട്ടുന്നത് നോക്കൂ. ഈ ഒരു ചാർട്ട് ഇത് നമ്മുടെ ബിസിനസ് പ്ലാൻ ബുക്കിലുണ്ട്, ഹൗ ടു ഡു RCM-ലുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എപ്പോഴും നമ്മുടെ ബാഗിലുണ്ടായിരിക്കണം. കാരണം എപ്പോഴാണ് ഒരു അവസരം നമുക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഈ ടീം ബിൽഡിംഗ് ബെനിഫിറ്റില് പെർഫോമൻസ് ബോണസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു കമ്മീഷൻ സ്ലാബ് ഉണ്ട്. 100 ബിസിനസ് വോളിയം. ഞാനത് വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ന്യൂട്രിചാർട്ട് വ്യൂ ഒരെണ്ണം വാങ്ങിക്കുക, രാവിലെ 1 വെച്ച് കഴിക്കുക. ഓക്കെ, കാരണം ന്യൂട്രിചാർട്ട് വ്യൂവിൽ ഈ മാസം ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ന്യൂട്രിചാർട്ട് വ്യൂവും എനർജി ഡ്രിങ്കും കൂടി 1000 വ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ ന്യൂട്രിചാർട്ട് ഒരു ലീഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ക്വിസ് കോൺടെസ്റ്റ് ആണ്. ഒരു പക്ഷേ അതിന്റെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളിൽ ഓരോരുത്തരും ആയിരിക്കാം. 1000 BV ന്യൂട്രിചാർജ് വ്യൂ പ്ലസ് എനർജി ഡ്രിങ്ക് കൊണ്ട് ഏത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഒറ്റയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ 100 ബിസിനസ് വോളിയം നമ്മളും നമ്മുടെ ടീമും കൂടി ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10% കമ്മീഷൻ കിട്ടും. അതായത് ഒരാള് ജസ്റ്റ് ഒരു റൈസ് ബ്രാൻ ഓയിൽ വാങ്ങിച്ചു ഒരു മാസം, വേറെ ഒന്നും വാങ്ങിച്ചില്ല. 58 അയാൾ താഴെ ആരും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോ അയാൾക്ക് 58 ബിസിനസ് വോളിയം ഉള്ളത് കൊണ്ട് 5 രൂപ 80 പൈസ കിട്ടും. പക്ഷേ മിനിമം കമ്മീഷൻ എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ 100 ബിസിനസ് വോളിയം ആണ്. വെറും ഒരു പാക്കറ്റ് ഓയിൽ വാങ്ങിച്ച വ്യക്തിക്ക് ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 100 ബിസിനസ് വോളിയം വരെ വന്നു കഴിഞ്ഞാൽ 10%. 5000 ബിസിനസ് വോളിയം നമ്മളും നമ്മുടെ ടീമും കൂടി വരുമ്പോൾ നമുക്ക് 12% കമ്മീഷൻ കിട്ടുന്നു. അത് 10000 ആകുമ്പോൾ 14%. ആദ്യത്തെ 3 സ്റ്റെപ്പില് 2% വർധനമാണ്. പിന്നെ 20000 വരുമ്പോൾ അത് 16.5% ആകുന്നു. 40000 വരുമ്പോൾ 19%. 70000 എത്തുമ്പോൾ അത് 21.5%. പിന്നെ 2.5% വർധനമാണ്. 1.15 എത്തുമ്പോൾ 24%. 1.70 എത്തുമ്പോൾ 26.5%. 2.60 എത്തുമ്പോൾ 29%. 3.5 ലക്ഷം ബിസിനസ് വോളിയം നമ്മളും നമ്മുടെ ടീമും കൂടി ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്വന്തം പർച്ചേസിന് 32% കമ്മീഷൻ കിട്ടും. അതായത് ഇപ്പൊ നിങ്ങളുടെ താഴെ നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പും ഉൾപ്പെടെ 3.5 ലക്ഷം ബിസിനസ് വോളിയം വന്നു. നിങ്ങൾ 100 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് സ്വന്തം ഐഡിയയിൽ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ 100 ബിസിനസ് വോളിയത്തിന്റെ 32% എന്ന് വെച്ചാൽ 32 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പലചരക്ക് കടക്കാരൻ ഒരു സോപ്പ് വിറ്റാൽ അവന് 50 പൈസ. അവൻ 100 സോപ്പ് വിറ്റാൽ 100 × 50 പൈസ. 10000 സോപ്പ് വിറ്റാൽ 10000 × 50 പൈസ. അത്രേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ടീം വളരുന്നതിനനുസരിച്ച് നമ്മുടെ സ്വന്തം പർച്ചേസിന്റെ ബെനിഫിറ്റ് കൂടും, അവർക്ക് ഓരോരുത്തരും കിട്ടുന്ന ബെനിഫിറ്റും കൂടും. ഇതാരാ തരുന്നത്? കമ്പനിയാണ് തരുന്നത്, അല്ലെ താഴെ വന്നവരല്ല തരുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് കൂട്ടാനുള്ള ഓരോ ശ്രമങ്ങളും കമ്പനി ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് വളരാം. ഇതൊരു വൺ മാൻ ഷോ അല്ല, ഇത് എല്ലാവരും കൂടി വളരുന്ന ഒരു സംവിധാനമാണ്. ഇനി ഈ ചാർട്ടിന്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടീം. നിങ്ങൾ മേലെയുണ്ട്. നിങ്ങൾക്കൊരു വലിയ ടീമുണ്ട്, ഒരു ചെറിയ ടീമുണ്ട്. വലിയ ടീമിനെ നമ്മൾ A ടീം എന്ന് പറയും, ചെറിയ ടീമിനെ B ടീം എന്ന് പറയും. അപ്പൊ നമ്മുടെ പ്രവർത്തന രീതി അനുസരിച്ച് ഈ ടീമുകൾ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞു വരാം. എവിടെയാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടെ കൂടുതൽ വളർച്ചയുണ്ടാവും. ഫോക്കസ് ചെയ്യാത്ത സ്ഥലത്ത് വളർച്ച കുറയും. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടീമൊന്നും ഇല്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നു. നമ്മൾ എവിടെ വരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് ഒരു കുട്ടിക്ക് അറിയില്ലല്ലോ. ജനിച്ചതിന് ശേഷം അറിയുന്നത് ഇതാണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അമ്മ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അണ്ടറിലായിരിക്കും.
അതുമായി ബന്ധപ്പെട്ട ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ വ്യക്തി കൊണ്ടുവരുന്ന ആളുകളും നമ്മൾ കൊണ്ടുവരുന്ന ആളുകളും നമുക്ക് ശേഷം വരുന്ന ആളുകളും ഒക്കെ നമ്മുടെ അണ്ടറിൽ അവരെ സിംഗിൾ ലൈൻ ജോയിനിങ്, അതാണ് വേണ്ടത്. മറ്റു പല നെറ്റ്വർക്കിലും വരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ജോയിനിങ് വേണം. ഇന്ന് രാവിലെ വരെ എന്നോട് ഒരു ലീഡർ പറഞ്ഞു അങ്ങനെ. അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മുടെ സിസ്റ്റം എന്താണോ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. മറ്റു പല കമ്പനികൾക്കും പല സിസ്റ്റങ്ങളുണ്ട്, അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതിലെന്താണോ നമുക്ക് സക്സസ് കിട്ടാൻ വേണ്ടി നമ്മുടെ മുതിർന്ന ലീഡർമാർ, വിജയിച്ച ആളുകൾ ചെയ്തിട്ടുണ്ട്, അത് മാത്രം കണ്ണടച്ച് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇടത്തോട്ടും നോക്കണ്ട, വലത്തോട്ടും നോക്കണ്ട. നിങ്ങൾ ആക്റ്റീവ് ലീഡർ ആരാണോ അവർ പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് കണ്ണടച്ച് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ വലിയ ടീം, ആദ്യം വരുന്ന ടീമായിരിക്കും സാധാരണഗതിയിൽ വലിയ ടീം. അങ്ങനെ ഒരു ടീം വന്ന് നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് മിനിമം 10 പേരെ കൊണ്ടുവരികയും എ സൈഡിൽ, നിങ്ങൾ സ്വന്തമായിട്ട് മിനിമം 10 പേരെ എ സൈഡിൽ കൊണ്ടുവരികയും അത്യാവശ്യം 4 പേരുടെ മുന്നിൽ നിന്നിട്ട് എന്താണ് ആർസിഎം എന്ന് പ്ലാൻ പറയാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ സീനിയർ ലീഡറുടെ പെർമിഷനോടുകൂടി മാത്രം നിങ്ങളുടെ സെക്കൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിൽ വലിയൊരു അപകടം സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അവർ ഭയങ്കരമായ ആവേശത്തിലാണ് വരിക. ഈ ആവേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പറയാറുണ്ട്, പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു. ആ ഒരു അവസ്ഥ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വിട്ടുപോകും. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ വ്യക്തിയുടെ സിസ്റ്റത്തെ കുറിച്ച് ഒന്നും അറിയില്ല, അവരുടെ രീതിയിൽ ബിസിനസ് ചെയ്യാൻ നോക്കും. അപ്പൊ പറയും എനിക്ക് ഇപ്പൊ ബി സൈഡ് വേണം, സെക്കൻഡ് സൈഡ്. ആളുകളെ തന്നെ സെക്കൻഡ് സൈഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാവുന്നതാണ്, ജീവിതത്തിൽ അവർ നശിക്കുകയുള്ളൂ. ഒരിക്കലും സെക്കൻഡ് സൈഡ് നിങ്ങളുടെ ലീഡറുടെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പതുക്കെ നശിച്ചു പോകും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഞാൻ വ്യക്തമാക്കി തരാം. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു സാധാരണ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത് 25 വയസ്സ് കഴിയുന്നത് കൊണ്ട് മാത്രമല്ല അവൻ കല്യാണം കഴിക്കുന്നത്. അവനൊരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ട് എന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും പാരന്റ്സിനും ബോധ്യം വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഒരാളെ നമ്മുടെ സെക്കൻഡ് സൈഡിലേക്ക് സ്പോൺസർ ചെയ്യുന്നു, കൊണ്ടുവിടുന്നു. പക്ഷെ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ആരാ ചെയ്തു കൊടുക്കേണ്ടത്? നമ്മൾ ചെയ്യണം. നമുക്കത് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും നമ്മുടെ അപ്ലൈനെ പറയും, സാർ അയാൾക്കൊരു മീറ്റിംഗ് കൊടുക്കണം, അയാൾക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒന്നും ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം വരുമ്പോൾ അപ്ലൈൻ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അപ്ലൈൻ എപ്പോഴും ആ ബിസിനസിന്റെ എ സൈഡിൽ ഡെപ്തിലാണ് നിങ്ങളുടെ ലീഡർ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരാളുടെയും ബി സൈഡിലേക്ക് അല്ല. അപ്പൊ ബി സൈഡ് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ എപ്പോഴാണോ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവുന്നത്, കഴിവുണ്ടാവുന്നത്, അപ്പൊ മാത്രം നിങ്ങൾ സെക്കൻഡ് സൈഡ് ഓപ്പൺ ചെയ്യുക. അത് മനസ്സിലാക്കാൻ ഞാൻ ആളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഒന്നുകൂടി അത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ മകന് പ്രായമായതുകൊണ്ട് മാത്രം കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. ഒരു പെണ്ണിനെ പോലെ തന്നെ എപ്പോൾ പ്രാപ്തിയുണ്ടോ അപ്പോൾ അച്ഛനും അമ്മയും അവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കെട്ടിയ പെണ്ണിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടി നടത്തേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. ഇതിൽ പലരുടെ കേസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഇവിടെ ഇരുന്ന് നോക്കിയാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ID നമ്പറിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് സംഭവിച്ചത് ഓക്കെ, ഇനി സംഭവിക്കാതിരിക്കട്ടെ. ചോദിക്കുക, സാർ ഞാൻ എപ്പോഴാണ് എന്റെ സെക്കൻഡ് സൈഡ്? നിങ്ങളുടെ പറയും, നിങ്ങളുടെ ആക്റ്റീവ് ലീഡർ പറയും, ഓക്കെ യു സ്റ്റാർട്ട് യുവർ സെക്കൻഡ് സൈഡ്. അവർ വ്യക്തമായിട്ട് പറയും, നിങ്ങളുടെ ടൈം ആയിട്ടുണ്ട്, യു സ്റ്റാർട്ട്. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങളെക്കാൾ അറിവും കഴിവുള്ള ആളുകൾ, ഒരുപക്ഷെ അവർ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളായിരിക്കും. മീൻസ് നിങ്ങളെക്കാൾ ഏജിന് താഴെയുള്ള ആളുകളായിരിക്കാം, നിങ്ങളെക്കാൾ നോളജിലോ എഡ്യൂക്കേഷനോ കുറവുള്ള ആളുകളായിരിക്കും. പക്ഷേ ഈ ബിസിനസ്സിൽ അവർ സീനിയർ. അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കണ്ണടച്ച് കേൾക്കുക. അപ്പൊ സെക്കൻഡ് സൈഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്ത്, കമ്പനി പറഞ്ഞിട്ടില്ല, കമ്പനി ഒന്നും ഇതൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇഷ്ടം പോലെ ചെയ്താൽ എവിടെ എത്താണ്ട് പോകും. എനിക്കറിയാം ഒരുപാട് ടീമുകൾ നശിച്ചു പോകാനുള്ള കാരണം എന്താ? ഒരൊറ്റ ആൾക്കും നിങ്ങളുടെ ലീഡറുടെ പെർമിഷൻ ഇല്ലാണ്ട് സെക്കൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കരുത്. അതിന്റെ കണ്ടീഷൻ ഇത്രയുള്ള മിനിമം 10 പേരെ സ്വന്തമായിട്ട് എ സൈഡിൽ കൊണ്ടുവരികയും സ്വന്തമായിട്ട് ഒരു വ്യക്തിയോട് ആർസിഎം ബിസിനസിനെ കുറിച്ച് പറയാൻ കഴിവുണ്ടാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ലീഡറുടെ പെർമിഷനോടുകൂടി മാത്രം സെക്കൻഡ് സൈഡ് കൊടുക്കുക. ഞാനിത് ആവർത്തിച്ച് പറയും, ഇനിയും പറയും, കാരണം ഇതല്ലാണ്ട് ഇഷ്ടംപോലെ സംഭവിക്കുന്നുണ്ട്. പല ആളുകളും കരുതുന്നുണ്ട് സെക്കൻഡ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പൈസ വരും. 1 മാസം വരും, 2 മാസം വരും, പിന്നെ ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ വളർച്ച വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മരത്തിനെ സ്ട്രോങ് ആക്കി നിലനിർത്തുന്നത് അതിന്റെ തായ്വേരാണ്. തായ്വേര് അതിന്റെ മെയിൻ ആയിട്ടുള്ള റൂട്ട്. ആ തായ്വേര് എത്രത്തോളം ആഴത്തിലോട്ട് പോകുന്നു അത്രത്തോളം ആ മരം സ്ട്രോങ് ആയിരിക്കും. ഏത് മഴ വന്നാലും ഏത് കാറ്റ് വന്നാലും ആ മരം കടപുഴങ്ങി വീഴില്ല. ഓക്കെ, അപ്പോൾ ആ തായ്വേര് വളർത്താൻ ഒരു ശ്രമം നടത്തുക. അതിനുശേഷം നമുക്ക് ശാഖാവേരുകളും മറ്റ് ഉപവേരുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതല്ലാണ്ട് ഇഷ്ടംപോലെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ആളുകൾ പ്രഷറൈസിങ്, സാർ എനിക്ക് സെക്കൻഡ് സൈഡ്. നോ, ഇറ്റ്സ് എ റോങ് പ്രാക്ടീസ് ഇൻ ആർസിഎം. ഇറ്റ് ഇസ് എ റോങ് പ്രാക്ടീസ് ഇൻ ആർസിഎം. പ്ലീസ് ഡോണ്ട് ഫോളോ ഇറ്റ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് പൈസ പെട്ടെന്ന് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ഫ്യൂച്ചർ, നിങ്ങളൊരു 10 തലമുറ വളരെ കംഫർട്ടബിൾ കഴിയണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, നോക്കാം. ഈ ഒരു ബിസിനസ്സിൽ
ആലോചിച്ച് നോക്കുക. ഇതാ നമ്മൾ 5000 ബിസിനസ് ഹോളിൽ ഇതിന്റെ പർച്ചേസ് നടത്തും. നമുക്കൊരു എ ടീം ഉണ്ട്, 1,10,000 വരുന്നു. ഒരു ബി സൈഡ് ഉണ്ട്, 60,000 വരുന്നു. രണ്ടുപേര് രണ്ട് ഗ്രൂപ്പാണ്. ഈ എ സൈഡിലും ആ വ്യക്തിക്ക് താഴെ കുറെ പേരുണ്ട്, ബി സൈഡിലും കുറെ വ്യക്തികളുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ബിസിനസ് വോളിയം വന്നു? 110 പ്ലസ് 60, ടോട്ടല് 170 പ്ലസ് 2, 1,72,000 ബിസിനസ് വോളിയം വരുമ്പോൾ ഈ കമ്മീഷൻ സ്ലാബ് അനുസരിച്ച് നമ്മൾ 26% കമ്മീഷൻ എലിജിബിളാണ്. ആര്? ഈ എൻറ്റയർ ടീം. ഈ ടീമിന് മൊത്തം കിട്ടുന്ന കമ്മീഷനാണ് എത്ര? 45,580 രൂപ. എന്ന് വെച്ചാൽ 1.25 ലക്ഷം, 1,72,000 ബിസിനസ് വോളിയം വരാൻ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ സെയില് നടക്കുമ്പോൾ ആ സെയിലിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് 45,580 രൂപ കമ്മീഷനായിട്ട് കമ്പനി കൊടുക്കുന്നു. അത് മുഴുവൻ നമുക്ക് കിട്ടില്ല. നോക്കൂ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ താഴെ ഒരു എ ടീം വന്നിട്ടുണ്ട്. ആ എ ടീമിന് വരുന്ന കമ്മീഷൻ അവർ 1.10 വരുന്നത്. 1,10,000 ബിസിനസ് വോളിയം വരുമ്പോൾ ഈ സ്ലാബ് അനുസരിച്ച് അവർ 24 എത്തിയിട്ടില്ല. തൊട്ട് താഴെയുള്ള 21.5% അവർ നിൽക്കുന്നത്. അപ്പൊ എ ടീമിന് എത്ര കൊടുക്കണം? 1,10,000ന്റെ 21% കൊടുക്കണം. അത് ഏകദേശം 23,650 രൂപ. അപ്പൊ മൊത്തം കിട്ടിയതിൽ നിന്ന് 23,650 എ ടീമിന് കൊടുക്കുന്നു. പിന്നെ നോക്കൂ ബി സൈഡിൽ എത്രയാ വരുന്നത്? 60,000. 60,000 വരുമ്പോൾ അത് 40,000ത്തിന്റെ സ്ലാബിലാണ് വരുന്നത്. കാരണം 70 എത്തിയിട്ടില്ല. അപ്പൊ 19% അവർക്ക് കൊടുക്കണം. അപ്പൊ 60,000ത്തിന്റെ 19% എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,400 രൂപ. അപ്പോൾ നമ്മുടെ മൊത്തം ടീമിന്റെ കമ്മീഷനിൽ നിന്ന് എ സൈഡിലെ കമ്മീഷനും ബി സൈഡിലെ കമ്മീഷനും കിഴിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. 45,580 നിന്ന് 23,650 11,400 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 10,530. ആലോചിച്ച് നോക്കുക. നമ്മൾ 5,000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് നടത്താൻ മാക്സിമം ഒരു 8,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. 8,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ 8,000 രൂപയുടെ സാധനങ്ങൾ നമുക്ക് കിട്ടി, അതിന്റെ പണം കൊടുത്തു. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി? അടുത്ത മാസം 10,530 കിട്ടി. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. ഞാൻ പറയുന്നു, ആർസിമിൽ ജോയിൻ ചെയ്യുന്ന 100% ആളുകളോടും ഈ കണക്ക് നിങ്ങൾ എഴുതി കാണിച്ചു കൊടുക്കണം. ഇതിൽ കമ്മീഷൻ കിട്ടാൻ നിങ്ങൾ കണക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്ത് എത്ര പർച്ചേസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് കമ്പനി കണക്ക് കൂട്ടി നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അയച്ചു തരും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ ഒരു ചെറിയ എക്സ്പെൻസ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് കുറച്ച് 10,000 രൂപ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ 10,530 രൂപ കമ്മീഷൻ വന്നു. ഇത് തുടക്കത്തിൽ വരുമോ? വരില്ല. തുടക്കത്തിൽ നമ്മൾ ചെറിയ ടീമാണ്. ഈ ടീം വലുതാകുമ്പോൾ എന്ത് സംഭവിക്കും? എത്രമാത്രം വലുതാകുന്നു, അതിലുള്ള ആളുകൾ എത്രമാത്രം ഇതിനെക്കുറിച്ചുള്ള നോളേജ് കൂടുന്നു, ഈ 10,530ന്റെ വലതുവശത്ത് വീണ്ടും പൂജ്യങ്ങൾ വരും. 1 പൂജ്യം അല്ല 2 പൂജ്യം അല്ല, അങ്ങനെ ഇഷ്ടംപോലെ പൂജ്യങ്ങൾ വരാനുള്ള ഒരു അവസരമാണ് ആർസിം നടക്കുന്നത്. അതാണ് ആർസിം നൽകുന്ന സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ടീം ബിൽഡിങ്ങിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് വൈറ്റൽ ലെവൽ. വൈറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു ഇങ്ങനെ പടി സ്റ്റെപ്പ് കയറി പോകുന്നത്, ഇതേപോലെയാണ് വൈറ്റൽ. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരുപാട് വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് ഉണ്ട്. എനിക്കറിയാം, കഴിഞ്ഞ മാസം ഇത്രയും സ്ട്രഗിൾ ആയിട്ടുള്ള ടൈമിൽ പോലും നമ്മളിവിടെ ഒരു 10-12ഓളം വൈറ്റൽ അച്ചീവേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ മാസം പുതിയ അച്ചീവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ബിസിനസ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. ഞാൻ ഇതൊന്ന് പതുക്കെ ഒന്ന് എൻലാർജ് ചെയ്യാൻ കണ്ടില്ലേ. ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, വിന്നർ, ലീഡർഷിപ്പ്, അങ്ങനെ പല സ്റ്റേജിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ആരും ഇതിന്റെ ഈ ഒറ്റയടിക്ക് മേലെ കയറിയിട്ടില്ല. ആരും ഒറ്റയടിക്ക് ഡയമണ്ട് ആയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പടി കയറിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. നമുക്ക് 2 നിലയുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 2ാം നിലയ്ക്ക് പോകുമ്പോൾ സാധാരണ ഒരു 12-14 പടികളുണ്ടാവും. ആരും ഒറ്റയടിക്ക് മേലെ എത്തില്ല. ഈ 12 പടിയും സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നല്ല മിടുക്കന്മാരുണ്ട്, 2 സ്റ്റെപ്പൊക്കെ ചാടിക്കയറും. ആർസിമിൽ അങ്ങനെ മിടുക്കന്മാരുണ്ട്, 3 സ്റ്റെപ്പൊക്കെ ഒറ്റയടിക്ക് ചാടിക്കയറുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഈ ബിസിനസിന്റെ വളർച്ച നമ്മുടെ കമ്മിറ്റ്മെന്റിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു ക്ലർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായിക്കോട്ടെ, ആ പറഞ്ഞ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ മാത്രം വർക്ക് ചെയ്ത് അവർ പറയുന്ന നിശ്ചിത വരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ജോബും ഇതുപോലൊരു ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻകം എങ്ങനെ വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനത് നമ്മുടെ വൈറ്റൽ ലെവല് 6 ലെവലുകളുണ്ട്. നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. ഓരോ വൈറ്റൽ ലെവലും ഞാൻ പറയുന്നു, ഇതിൽ ഡയമണ്ട് ആവുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബിഗിനർ ആവുക എന്നുള്ളത്. കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ എൻട്രി ചെയ്തു, നമ്മൾ അവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു, നമ്മളെ കാൽപ്പാടുകൾ പതിപ്പിച്ചു എന്നൊരു തെളിവാണ് അത്.
ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 2 ടീമുണ്ട്. ഇപ്പൊ ആദ്യത്തെ സമയത്ത് 2 ടീമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ടോട്ടൽ ബിസിനസ് വോള്യൂം 20,000 വരികയും നിങ്ങളുടെ സ്വന്തവും ബിയും കൂടിയിട്ട്, ബി ഇല്ലെങ്കിലും കുഴപ്പമില്ല, 5,000 വരും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആദ്യത്തെ ഒരു വൈറ്റൽ ലെവലിൽ എത്തി. അത് പിന്നല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, പിന്നെന്ന് പറയരുത്. പിന്നെ കമ്പനി അംഗീകരിക്കുന്ന ആദ്യത്തെ പിന്നെ സ്റ്റാർ ആണ് നമ്മളോട് പറയും. ഇതിലെ ഫസ്റ്റ് ഇതാണ് അതിന്റെ ബിഗ് എത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മിനിമം പർച്ചേസ് പോലും നടത്തിയാൽ മിനിമം ഒരു 1,000 രൂപ കമ്മീഷൻ ആയിട്ട് വരും ആദ്യത്തെ വരുമാനം. അപ്പൊ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യം, ആർസിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിക്ക് ആദ്യത്തെ മാസം തന്നെ ഇത് കിട്ടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ജോയിൻ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ജോയിൻ ചെയ്യണോ അതോ നല്ല വരുമാനം കിട്ടാവുന്ന രീതിയിൽ ജോയിൻ ചെയ്യണം, ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിച്ചോളൂ, അതേ വാചകം തന്നെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അപ്പൊ അവരെന്താ പറയാ, അങ്ങനെയുണ്ടോ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, സാധാരണ രീതിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ 1,000 രൂപ പർച്ചേസ് നടത്തുക, നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു കമ്പൾഷനും ഇല്ല. അല്ല, നിങ്ങൾക്ക് ഒരു നല്ല വരുമാനത്തോടു കൂടി ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു 5,000 ബിസിനസ് ഹോളിൽ തന്നെ പർച്ചേസ് ആദ്യത്തെ മാസം ചെയ്യുക. അതെപ്പോ വേണമെങ്കിലും ചെയ്യാം. ചെയ്തിട്ട് ഒരു ഡയമണ്ട് ക്ലബ്ബ് മെമ്പർ ആയിട്ട് ആ ഡയമണ്ട് ക്ലബിനെ പ്രൊമോട്ട് ചെയ്യുക, നല്ല വരുമാനം കിട്ടും. പറഞ്ഞില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല. എനിക്കറിയാം, ഇന്ന് RSMൽ കേരളത്തിൽ ജോയിൻ ചെയ്യുന്ന ആളുകളിൽ ഒരു 80% ഡയമണ്ട് ക്ലബ്ബ് എന്താണെന്ന് അറിയില്ല. അത്രയേ ഉള്ളൂ. കാരണം എന്താ, അത് ജോയിൻ ചെയ്യിപ്പിച്ച ആള് പറഞ്ഞു കൊടുത്തില്ല. അവരെങ്ങനെയെങ്കിലും ഒരു 1,000 രൂപയുടെ പർച്ചേസ് നടത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആളുകളുടെ മുന്നിൽ ഓപ്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ജോയിൻ ചെയ്യണോ, നല്ല വരുമാനം കിട്ടാവുന്ന രീതിയിൽ ജോയിൻ ചെയ്യണം, ചോദിക്കൂ. കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നവരാണ് ലീഡേഴ്സ്. ഓക്കെ, യുവർ ഓൾ ലീഡേഴ്സ്. അപ്പൊ ആദ്യത്തെ ലെവൽ പറഞ്ഞു 20,000. ഇനി നമ്മുടെ ബിസിനസ് എ സൈഡും കൂടുന്നു, ബി സൈഡും കൂടുന്നു. ഒരു 40,000 ബിസിനസ് വോളിയം വരുന്നു. സെൽഫും ബി സൈഡും കൂടി 10,000 വരുമ്പോൾ നമ്മൾ അടുത്തൊരു ലെവലിൽ എത്തും, സ്റ്റാർട്ടർ. ഈ കൂട്ടത്തിൽ ഒരുപാട് സ്റ്റാർട്ടർമാരുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം ഒരു ഹോൾ മീറ്റിംഗിനാണ് നടത്തുന്നതെങ്കിൽ അവരൊക്കെ എണീപ്പിച്ച് നിർത്തി ഞാനൊരു കയ്യടി ഒടിപ്പിച്ചേനെ, അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വിളിച്ചൊരു പൂമാല നൽകിയേനെ. പക്ഷെ ഇപ്പൊ നമുക്ക് നിവൃത്തിയില്ല. എന്തായാലും മനസ്സിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൂമാല 1 അല്ല 2 വീതം തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് പതുക്കെ കൂടുന്നു. എ സൈഡിൽ 70,000 ബിസിനസ് വോളിയം വരുന്നു. സെൽഫും ബി സൈഡും കൂടി 20,000 വരുമ്പോൾ നമ്മൾ ഓപ്പണർ, അത്യാവശ്യം ബിസിനസിന്റെ ഒരു ഐഡിയ പിടികിട്ടിയ ആളുകളാണ് ഓപ്പണർമാർ. നോക്കൂ, ഈ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് ഓപ്പണർമാരുണ്ട്. അവർ കുറച്ചുകൂടി സീരിയസ് ആണ്. ഒരു 3,000 രൂപ. അപ്പൊ കമ്മീഷൻ കൂടുന്ന കണ്ടില്ലേ, 1,000 ആയി, 2,000 ആയി, 3,000. ഇതിൽ നമ്മുടെ സെൽഫ് പർച്ചേസ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ഈ വരുമാനം കൂടും. ഓക്കെ, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പർച്ചേസ് കൂട്ടിയാൽ മതി. അടുത്തൊരു ലെവലാണ് ഈഗിൾ. ഇത് കുറച്ചുകൂടി വൈറ്റൽ ലെവൽ കുറച്ചുകൂടി സീരിയസ് ആയി കുറച്ച് എഫർട്ടൊക്കെ എടുക്കുന്ന ടൈമാണ്. മൊത്തം 1.15 വരികയും സെൽഫും ബി സൈഡും കൂടി 30,000 വരികയും ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ ഈഗിൾ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ. ഈഗിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകനും ഭയങ്കര ഒബ്സർവേഷൻ പവറാണ്. ആളുകൾക്ക് ഒബ്സർവേഷൻ പവർ കൂടും. ഒരാളെ കണ്ടാൽ ആളെ എങ്ങനെയാണ് ആളുടെ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈഗിൾ ലെവലിൽ വന്ന ആളുകൾക്കറിയാം അവർ ബിസിനസ്സിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് തുടങ്ങും. ഓക്കെ, ഒരു 5,000 രൂപ മോശമില്ലാത്ത ഒരു വരുമാനം. ഓക്കെ, ഇത് ബാങ്കിൽ വരുന്ന വരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ നമ്മുടെ കയ്യിലെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ഞാൻ കൂട്ടിയിട്ടില്ല, അത് സെപ്പറേറ്റ് ആണ്. ബിസിനസ് പിന്നെയും കൂടുന്നു. 1,70,000 വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ സെൽഫും ബി സൈഡും കൂടി ഒരു 40,000 വരുമ്പോൾ പിന്നെ റണ്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടക്കാരൻ. അപ്പൊ ഇവര് ശരിക്കും ഓട്ടം തുടങ്ങി. പിന്നെ ഇവര് നിർത്തില്ല. ഈഗിള് അത് കഴിഞ്ഞ അടുത്ത ലെവലാണ് റണ്ണർ ലെവൽ എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7,000 രൂപ ബാങ്കിൽ കമ്മീഷനായിട്ട് വരും. പർച്ചേസിന് കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ അങ്ങനെ കൂടി വൈറ്റലിന്റെ ഏറ്റവും ഒടുവിലത്തെ ലെവലാണ് 2,60,000 വരിക. സെൽഫും ബി സൈഡും കൂടി ഒരു 50,000 വരുന്നു. അവരെ നമ്മൾ വിന്നർ എന്ന് പറയുന്നു. അവർ ഈ ബിസിനസിന്റെ ആ ഏറ്റവും വലിയ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ആ സ്ട്രഗിൾ ഫേസ് ചെയ്ത് ഏകദേശം ഒന്ന് റിലാക്സ് മോഡിലേക്ക് എത്തുന്ന ടൈമാണ് 2,60,000. ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റേജ് 20,000 വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ ഒരുപക്ഷെ ആളുകൾ അറിയാറും കൂടിയില്ല 20,000 വന്നുള്ളത്. കാരണം 10,000 BV സാധനങ്ങൾ വാങ്ങിക്കും, താഴെ 20,000 വോള്യം വന്നിട്ടുണ്ടായിരിക്കും. 40,000 വലിയ കുഴപ്പമില്ലാണ്ട് എത്തും. ഓക്കെ, പക്ഷെ 70,000 അങ്ങനെയല്ല. ഒരു കുന്ന് കയറുന്ന ഒരു പ്രതീതിയാണ്. അത്യാവശ്യം നല്ല കയറ്റം കയറുമ്പോൾ കുറച്ച് കിതപ്പൊക്കെ ഉണ്ടാവും. കാര്യങ്ങൾ പഠിക്കുന്ന ടൈമാണ്. ഒരാളെ പിടിച്ചു കൊണ്ടുവരും, അയാൾ കുറച്ച് താല്പര്യം കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ അയാൾ വഴുതി പോവും, പിന്നെ അടുത്ത ആളെ കൊണ്ടുവരും. ആകെ കൂടി ഒരു കൺഫ്യൂസ് സ്റ്റേജ് ആണ് 70,000. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ കൺഫ്യൂഷനും കയറ്റം കുറച്ചുകൂടി ചെങ്കുത്തായ ഒരു കയറ്റം വരുന്ന സ്റ്റേജാണ് 1.15. അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പൊ അവിടെ ഈ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ഒരു കയറുമ്പോ പിടിച്ചിട്ട് കയറാനൊക്കെ പറയും, റോക്ക് ക്ലൈംബിംഗ് എന്ന് പറയും. ഈ കയറുമ്പോ പിടിച്ച് കയറാൻ നല്ല സുഖമാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല സുഖം. ചെയ്തു നോക്കുക, അപ്പൊ അത്ര സുഖമല്ല, കാണാൻ നല്ല സുഖമാണ്. ആ കയറുമ്പോൾ നിങ്ങൾ കുറച്ച് ഗ്രീസ് പുരട്ടിയാൽ എങ്ങനെ ഇരിക്കും? 2 സ്റ്റെപ്പ് പിടിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് കയറുമ്പോൾ 3 സ്റ്റെപ്പ് താഴോട്ട് വരും. ഈ ഒരു അവസ്ഥയാണ് ഏകദേശം 1.15
അപ്പൊ അങ്ങനെ കയറി ഇറങ്ങാതിരിക്കാൻ സാർ എനിക്ക് ഈ മാസം കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ടെൻഷൻ വരുന്നുണ്ട്, കുറച്ച് ബിസിനസ് ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുക. കാരണം അവർ ഈ മേഖല പിന്നിട്ട ആളുകളാണ്. അപ്പൊ ഈ മേഖലയിലൂടെ ഈ വഴിയിലൂടെ നടന്ന് പരിചയിച്ച ആളുകളോട് മാത്രം അഭിപ്രായം ചോദിക്കുക. എങ്ങനെയാണ് ഞാനിത് ചെയ്യേണ്ടത്? ഇത് എങ്ങനെ ചെയ്താലാണ് എനിക്ക് ഇതിൽ റിസൾട്ട് കിട്ടുക? അപ്പോൾ അവർ പറഞ്ഞു തരും ഇന്ന രീതിയിൽ ചെയ്യുക. അവർ വഴി റൂട്ട് കൂടെ പോയ ആളുകളാണ്, ആ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഈ വൈറ്റൽ ലെവലിൽ ആദ്യത്തെ 2 സ്റ്റേജ് വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് അതിൽ കടക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് ടഫാണ്. അതിനെ ഒന്നെ പറഞ്ഞത് കുറച്ചുകൂടി ടഫാണ്. ഏറ്റവും ടഫാണ് 1.70. അത് കഴിയുമ്പോൾ ആ കുന്ന് പതുക്കെ പതുക്കെ ഒരു ചെറിയൊരു ചെരുവിലേക്ക് എത്തും. അവിടെ നമ്മൾ 2.60 ചെറുതായിട്ടൊന്ന് ശ്വാസം എടുക്കാം. അപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നത് ഈ സമയത്താണ്. കാരണം ഞാൻ കുറെ നോക്കി ഒന്നും സംഭവിക്കുന്നില്ല, ഞാൻ വിട്ടുപോയി. ആർക്ക് പോയി? അവർക്ക് പോയി, അവരുടെ വരും തലമുറയ്ക്ക് പോയി. കാരണം ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു ബിസിനസ്സിൽ നമ്മൾ വന്നിട്ട് നമ്മളിത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ വി ആർ ലൂസേഴ്സ്. അപ്പോ ആദ്യത്തെ 2 സ്റ്റേജ് കംഫർട്ടബിൾ ആണ്. 3ാമത്തെ സ്റ്റേജിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു. 4ാമത്തെ സ്റ്റേജിൽ ബുദ്ധിമുട്ടുകൾ കൂടുന്നു. 5ാമത്തെ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്യാം. അതാണ് പറഞ്ഞത്, ആരോഗ്യത്തിലേക്ക് കുറുക്കുവഴികളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. എന്നോട് പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട്, സാറിന്റെ കയ്യിൽ എല്ലാ രോഗങ്ങളും മാറ്റാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി ഉണ്ടെന്ന് കേട്ടിട്ടില്ല, ഒന്നും പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഒറ്റമൂലിയില്ല. ആരോ ഈ റൈസ് ബ്രാനോവിനെ കുറിച്ച് പറഞ്ഞു കേട്ട് വന്ന ആളുകളായിരിക്കും, അതെന്തായിക്കൊള്ളട്ടെ. ഞാൻ പറയും, നിങ്ങൾ ഭക്ഷണ ക്രമീകരണം വരുത്തണം, ജീവിതശൈലി മാറ്റണം, വ്യായാമം ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. പതുക്കെ പതുക്കെ അവർ മാറുന്നുണ്ട്. എനിവേ, അപ്പോ അവസാനത്തെ ഒരു സ്റ്റേജ് യു വിൽ ബി കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. 2.60 ഒരു 10,000 രൂപ വരുമാനം കിട്ടുന്നു. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് വരുമാനം കിട്ടിത്തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഈ വൈറ്റൽ ലെവല് 3, 4, 5 സ്റ്റേജുകൾ മിക്ക ആളുകളും വിട്ടുപോകും. കാരണം എന്താ? അവരവരുടെ ലീഡേഴ്സിന്റെ ഗൈഡൻസ് എടുക്കുന്നില്ല. അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധിയൊക്കെ ഊരി മാറ്റി വെച്ചോളൂ. ഒരു നല്ലൊരു വലിയൊരു ഡബ്ബയിലിട്ട് അടച്ചു വെക്കുക. 5 വർഷം കഴിഞ്ഞ് പുറത്തെടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ലീഡർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട. ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് വേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, കാരണം ഈ മേഖലയിൽ വിജയിച്ച ആളുകൾ ചെയ്ത കാര്യങ്ങൾ അതേപടി ചെയ്യുക. നമ്മൾ പരീക്ഷയിൽ കോപ്പി അടിച്ചവർ പക്ഷെ നമ്മൾ ആ പരീക്ഷയിൽ നിന്ന് ബാടാവും, അതൊന്ന് ഒഴിവാക്കപ്പെടും. പക്ഷെ ആർട്സ് ബിസിനസ് നിങ്ങൾ വിജയിച്ച ഒരാളെ നോക്കി കോപ്പി അടിച്ചോളൂ, നിങ്ങൾ വിജയിക്കും. അപ്പൊ സാധാരണ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആണ് ആർട്സ്. അപ്പൊ വൈറ്റൽ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ, കമ്പനി അംഗീകരിക്കുന്ന ആദ്യത്തെ പിൻ. ഇതിന് നമ്മൾ ലെവൽ എന്നല്ല പറയാ, പിൻ, സ്റ്റാർ പിൻ. നിങ്ങളൊരു ലീഡർ ആയിട്ട് കമ്പനി ഓഫീസിൽ അംഗീകരിക്കുന്ന ലീഡർഷിപ്പിന് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പിൻ തരുന്നു. ഓക്കെ, അപ്പൊ അതിലെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ ബിസിനസ് വോളിയം 3.5 ലക്ഷം വരണം. ടോട്ടല് സെൽഫും ബി സൈഡും കൂടി 70,000. അതായത് അവസാനത്തെ വൈറ്റൽ ലെവലിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റാർ. അപ്പൊ നമുക്കിത് പടിപടിയായിട്ട് കയറാൻ പറ്റുള്ളൂ, ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ കയറുന്ന ആളുകൾക്ക് അടുത്ത മാസം കുറച്ച് എന്തെങ്കിലും ബിസിനസ് ഹോളിലേക്ക് അടിച്ചു കയറ്റി വരുന്ന ആളുകൾ പതുക്കെ പതുക്കെ അവർ താഴോട്ട് വീഴാറുണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഇല്ല. നമുക്ക് ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവരണം. അപ്പൊ കമ്പനി തരുന്ന ആദ്യത്തെ ലെവലാണ് ലീഡർഷിപ്പ്. സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 രൂപ മന്ത്ലി ഇൻകം കിട്ടും. അപ്പൊ നമ്മുടെ വർക്കും നമ്മുടെ വരുമാനവും ഏകദേശം ഈക്വൽ ആകുന്ന ഒരു സ്റ്റേജ് ആണത്. കമ്പനി അംഗീകരിക്കുന്ന അത്യാവശ്യം കുറച്ച് റിലാക്സ്ഡ് ആയി താഴെ ആക്റ്റീവായിട്ട് വരുന്ന കുറച്ച് വൈറ്റൽ ലെവൽ ആളുകളുണ്ട്. മിക്കവാറും എ സൈഡിൽ ഒരു റണ്ണർ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആർസി ബിസിനസ് ഒരു സെല്ലിംഗ് ബിസിനസ് അല്ല, ഇത് അതായത് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. ഇത് കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റേജ് ആണ് ഇതിന്റെ റോയൽറ്റി. ആ റോയൽറ്റി, യെസ്, ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് പറയാം. റോയൽറ്റിയിൽ 4 സ്റ്റേജിന്റെ ഞാൻ പറഞ്ഞു. റോയൽറ്റിയുടെ പ്രത്യേകത, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ഇപ്പോൾ വരുമാനം കിട്ടും, പിന്നീട് നിങ്ങൾ ഇല്ലാതായാലും വരുമാനം കിട്ടും. അതാണ് റോയൽറ്റി. നമുക്ക് 4 സ്റ്റേജ് റോയൽറ്റി ഉണ്ട്. ടോട്ടൽ റോയൽറ്റി 8%. നോക്കുക, ഓക്കെ. ഇവിടെ 3.5 ലക്ഷം ബിസിനസ് വോളിയം ക്രോസ് ചെയ്തു. ആ ക്രോസ് ചെയ്ത് നമ്മുടെ എ സൈഡിൽ വരുന്നു 3 ലക്ഷം മിനിമം ബിസിനസ് വോളിയം. സെൽഫും ബി സൈഡും കൂടി 70-ൽ നിന്ന് 1.15 എത്തി. അടുത്ത ലെവലിലേക്ക് എത്തും. നമ്മൾ എ സൈഡിൽ വരുന്ന മൊത്തം ബിസിനസിന്റെ 3% നമുക്ക് കമ്മീഷനായിട്ട്, റോയൽറ്റി കമ്മീഷനായിട്ട് കിട്ടും. സ്വന്തം പർച്ചേസിന്റെ 32% കിട്ടും. ബി സൈഡിൽ വരുന്നതിന്റെ എത്രയാണോ ഗ്യാപ് കമ്മീഷൻ, അതായത് ബി സൈഡിൽ വരുന്നത് 24% 1.15, നമ്മൾ 32-ലാണ് നിൽക്കുന്നത്. അപ്പൊ 1,15,000 ആ ഗ്യാപ് കമ്മീഷൻ 8% കൂടി കിട്ടി. ഏകദേശം ഒരു 20,000+ മന്ത്ലി ഇൻകം കിട്ടുന്ന സ്റ്റേജ് ആണ് അതിന്റെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഗോൾഡ്
മിനിമം ഒരു 20,000. ഇത് ഈ ഗോൾഡിൽ വന്നിട്ട് 40,000 വാങ്ങിച്ച ആളുകളുണ്ട്, കാരണം അവരുടെ സ്വന്തം പർച്ചേസ് കൂടുതലാണ്. പതുക്കെ പതുക്കെ നമ്മുടെ ബിസിനസ് വർദ്ധിക്കുന്നു, നമ്മുടെ എ സൈഡ് ബിസിനസ് കൂടുന്നു. അവിടെ മിനിമം ആണ് കാണിച്ചിട്ടുണ്ട്. ബി സൈഡ് ബിസിനസ് കൂടുന്നു, 1,15,000 എന്നുള്ളത് 1,70,000 ആവുന്നു. അത് സ്വന്തം പർച്ചേസ് കൂടി കൂട്ടിയിട്ടാണ് ബി സൈഡ് എപ്പോഴും കൂട്ടുന്നത്. അപ്പോൾ എ സൈഡിൽ വരുന്നതിന്റെ 4.5% നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? റോയൽറ്റി കമ്മീഷൻ ആയിട്ട് കിട്ടുന്നു. എ സൈഡിൽ വരുന്നത്, അതായത് 3.5 ലക്ഷത്തിന്റെ അവിടെ എത്രയാണോ വരുന്നത് അതിന്റെ 4.5% നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടുന്നു. അതാണ് സ്റ്റാർ ഗോൾഡ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ നമ്മുടെ മോബിൾ സാറ് സ്റ്റാർ ഗോൾഡ് ആണ്. അപ്പോ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മിനിമം ഇൻകം ഒരു 25,000 മിനിമം ഇൻകം ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം പർച്ചേസ് കൂട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടായിരിക്കും. 25,000. ബിസിനസ് എ സൈഡ് വീണ്ടും കൂടുന്നു, മിനിമം 3.5 ലക്ഷം, അത് 4 ആവാം, 5 ആവാം, 6 ആവാം, 10 ആവാം. ബി സൈഡിൽ വരും 2,60,000 ബിസിനസ് വോളിയം സെൽഫും ബി സൈഡും കൂടി വരുമ്പോൾ എ സൈഡിൽ വരുന്നതിന്റെ 6% നമുക്ക് റോയൽറ്റി ബോണസ് ആയിട്ട് കിട്ടുന്നു. സെൽഫ് പർച്ചേസിന്റെ 32% കിട്ടുന്നു. ബി സൈഡിൽ വരുന്നതിന്റെ ഡിഫറൻസ് ഓഫ് കമ്മീഷൻ കിട്ടുന്നു. ആ പൊസിഷനെ നമ്മൾ പറയുന്നതാണ് പ്ലാറ്റിനം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ദുർഗാദത്തൻ ആൻഡ് മീര അവർ പ്ലാറ്റിനം പൊസിഷൻ അച്ചീവർ ആണ്. ഏറ്റവും ചുരുങ്ങിയത് 30,000 മന്ത്ലി ഇൻകം കിട്ടും. ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം അവർ വാങ്ങിച്ചത് അറൌണ്ട് 52,000 ആണ്, കാരണം അവരുടെ സ്വന്തം പർച്ചേസ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് മിനിമം ആണ്. അടുത്തൊരു സ്റ്റേജ് ആണ് നമ്മുടെ എ സൈഡിൽ ആൾറെഡി 3.5 ലക്ഷം ക്രോസ് ചെയ്തു, ബി സൈഡും ക്രോസ് ചെയ്തു. രണ്ട് സൈഡും 3.5 ലക്ഷം ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് നമ്മുടെ എ സൈഡിൽ എത്രയാണോ വരുന്നത് അതിന്റെ 8% നമുക്ക് റോയൽറ്റി കമ്മീഷനായിട്ട് കിട്ടും. ഈ ഒരു പൊസിഷനെ നമ്മൾ പറയുന്നതാണ് സ്റ്റാർ പ്ലാറ്റിനം. സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറഞ്ഞ പൊസിഷൻ എത്തുന്ന ഒരു വ്യക്തിക്ക് ആവറേജ് കിട്ടുന്ന മിനിമം ഇൻകം 40,000 പ്ലസ് ആയിരിക്കും. ഓക്കെ, സ്വന്തം പർച്ചേസ് കൂടുതലാണെങ്കിൽ 40,000 അതിനൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, 40,000 പ്ലസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടും, ആനുപാതികമായിട്ട് കൂടും. നമ്മുടെ ഗ്രൂപ്പിലുള്ള മോളി ആന്റണി കഴിഞ്ഞ ഏകദേശം 7-8 വർഷമായിട്ട് ആർസിന്റെ സജീവമായിട്ടുള്ള അവര് അണ്ടറിലാണ് ബഹുഭൂരിപക്ഷം ഈ ടീമിലെ ഒരു പകുതിയോളം ആളുകൾ വരുന്നത്. അവരൊക്കെ അവര് കഴിഞ്ഞ മാർച്ചിൽ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിരുന്നു. മിനിമം ഇൻകമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 4 സ്റ്റേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ താഴെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എത്തി. അവരെല്ലാം ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരിലേക്ക് കൂടുതൽ ആശയങ്ങൾ എത്തിക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് എത്തിക്കണം, അവരിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം, അവരെ വളർത്തിക്കൊണ്ടു അവരുടെ സ്കില്ല് കൂട്ടണം. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ഇതൊരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു 1 man ഷോ അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്. ഇത് ഒരിക്കലും അവസാനിക്കരുത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എത്ര പഠിച്ചാലും തീരാത്ത അത്രമാത്രം കാര്യങ്ങൾ ആർസിൽ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം പുതിയ പുതിയ പ്രൊഡക്റ്റ് വരുന്നു, സിസ്റ്റത്തെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് റോയൽറ്റി. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ റോയൽറ്റി ആർക്കൊക്കെയാണ് കിട്ടാൻ എലിജിബിലിറ്റി ഉള്ളത്? പാട്ടുകാര്, എഴുത്തുകാര്, ശാസ്ത്രജ്ഞന്മാര്. ഇത് 3 അല്ലാത്തവരാണ് ഇരിക്കുന്നവർ എല്ലാവരും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റിനം സ്റ്റാർ പ്ലാറ്റിനം റോയൽറ്റി പ്ലാൻ ചെയ്യുക ബൈ ഡിസംബർ. പ്ലാൻ ചെയ്തുകൂടെ? പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ സീനിയർ ലീഡറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. മിനിമം ഇവിടെ വന്ന് ഇരിക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന, ഞാൻ ഇത്രയും ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു RCM ഒരു ഗ്രൂപ്പ് ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഏറ്റവും വലിയൊരു എലിജിബിലിറ്റി ഉണ്ട്, അവസരമുണ്ട്. അത് പ്ലാൻ ചെയ്യുക. ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത്താഴം കഴിച്ച് കിടക്കുന്ന സമയത്ത് ആലോചിക്കുക, ബൈ ഡിസംബർ ആകുമ്പോഴേക്കും എനിക്ക് RCMല് ഒരു 40,000 മന്ത്ലി ഇൻകം, ഐ ഷുഡ് ബി മിനിമം സ്റ്റാർ പ്ലാറ്റിനം. ഈ സ്റ്റാർ പ്ലാറ്റിനം എന്ന ഒരു പൊസിഷന് ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത ലെവലിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ 3 മാസം തുടർച്ചയായിട്ട് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം 8% റോയൽറ്റി 3 മാസം തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു വ്യക്തി അതിനടുത്ത മാസം പിന്നീട് എപ്പോഴെങ്കിലോ അയാളുടെ എ സൈഡിലും ബി സൈഡിലും മിനിമം 5 ലക്ഷം ബിസിനസ് വരുമ്പോഴാണ് അവര് ടെക്നിക്കൽ അച്ചീവർ പേൾ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ എത്തുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 മന്ത്ലി വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജ്. അതാണ് ടെക്നിക്കൽ RCM ബിസിനസിന്റെ ടെക്നിക്ക് പഠിച്ച ആളുകൾ. എ സൈഡിൽ 5 ലക്ഷം, ബി സൈഡിൽ 5 ലക്ഷം. എ സൈഡിൽ വരുന്നതിന്റെ 1% നമുക്ക് എന്ത് കിട്ടുന്നു? ടെക്നിക്കൽ ബോണസ്. കയ്യിൽ കിട്ടുന്ന മിനിമം ഇൻകം 50,000. അത് 5 എന്നുള്ളത് 10 ലക്ഷം ആകുമ്പോൾ എ സൈഡിലും ബി സൈഡിലും മിനിമം 10 ലക്ഷം വരുമ്പോൾ എ സൈഡിൽ വരുന്നതിന് 1.25% ടെക്നിക്കൽ ബോണസ് ആയിട്ട് കിട്ടുന്നു. നമ്മൾ സ്റ്റാർ പേൾ എന്നറിയപ്പെടുന്നു. മിനിമം ഒരു 70,000 to 80,000 മന്ത്ലി ഇൻകം. അത് 22 ലക്ഷം വരുമ്പോൾ അത് എമറാൾഡ് ആവുന്നു. മിനിമം 1 lakh.
ഓക്കെ. പിന്നെ അത് 48 lakh വരുമ്പോൾ സ്റ്റാർ എമറാൾഡ് നമ്മുടെ ബിനിസാറ്. പിന്നെ 1 കോടി വരുന്നു, അത് റൂബി. മിനിമം ഒരു 3 ലക്ഷം നമ്മുടെ റൂബി സുജിസാറ് കോഴിക്കോട്. പിന്നെ 2 കോടി എ സൈഡിൽ മിനിമം, 2 കോടി ബി സൈഡിൽ മിനിമം വരുമ്പോൾ എ സൈഡിൽ വരുന്നുണ്ട് 4% ടെക്നിക്കൽ ബോണസ്. നമ്മുടെ മൂർത്തി സാറ് സ്റ്റാർ റൂബി ഈ പൊസിഷനിലാണ്. മാർച്ച് മാസത്തിൽ അദ്ദേഹം ആ പൊസിഷൻ അച്ചീവ് ചെയ്തു. അപ്രോക്സിമേറ്റ്ലി 5 lakh ഇൻകം. ആലോചിച്ച് നോക്കുക, ഇതിന് വല്ല ലിമിറ്റും ഉണ്ട്? ഇറ്റ് വിൽ ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലെ. 5 കോടി 10 കോടിയാവും. 5 കോടി വരുമ്പോൾ അത് സഫയർ ആവും. 10 കോടി ആവുമ്പോൾ സ്റ്റാർ സഫയർ. 25 കോടി 2 സൈഡിലും വരുമ്പോൾ ഡയമണ്ട്. അത് 50 കോടി ആകുമ്പോൾ സ്റ്റാർ ഡയമണ്ട്. ആലോചിച്ച് നോക്കുക, ഈ ഒരു സംവിധാനത്തില് വരുമാനത്തിന് യാതൊരു ലിമിറ്റും ഇല്ല. ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് 500 വാങ്ങിക്കണോ, 50,000 വാങ്ങിക്കണോ, 5 ലക്ഷം വാങ്ങിക്കണോ. ചോയ്സ് ഈസ് യുവേഴ്സ്. സോ RCM എന്നൊരു സംവിധാനത്തിന്റെ ശരിയായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. നമുക്കറിയാം, എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, പാസീവ് ഇൻകം കിട്ടുന്നുണ്ട്, ടൈം ഫ്രീഡം കിട്ടുന്നുണ്ട്. കാരണം ഒരാളും നമുക്ക് ബോസ് ഇല്ല, നമ്മളാണ് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ ബിസിനസ്, സ്വന്തം ബിസിനസ്, യുവർ ഓൾ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണേഴ്സ്. ആൻഡ് റിട്ടയർമെന്റ് ഫീലിംഗ്, നമ്മളെപ്പോഴും റിട്ടയർഡ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് 55-56 വയസ്സ് ഭയങ്കര ടെൻഷനാണ്. ഇവിടെ നമുക്ക് ആ പ്രശ്നങ്ങൾ, നമ്മൾ ഇന്നും അതേ ഫീലിംഗിൽ തന്നെയാണ്. പ്രോപ്പർട്ടി, നമുക്ക് ഇഷ്ടംപോലെ ലാൻഡോ വാഹനങ്ങളോ എന്ത് വേണേലും വാങ്ങിക്കാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഈ സംവിധാനത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവർ ടോട്ടലി അടിമുടി മാറും. ഹെൽപ്പിംഗ് അതേഴ്സ്, ചാരിറ്റി ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു കോവിഡ് ടൈമിൽ തന്നെ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ സർക്കാരിന് കൊടുത്ത് 15 ലക്ഷമാണ് കേരളത്തിൽ RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രം കൊടുത്തു. ആലോചിച്ച് നോക്കുക, എല്ലാവരുടെ കയ്യിലും 5 പൈസ കൊടുക്കാനല്ലേ നമ്മൾ മാത്രം കൊടുത്തു. ഓക്കെ. മീറ്റിംഗ് ന്യൂ പീപ്പിൾ, ഇതിലും വലിയൊരു അവസരം വേറെ ഇല്ല. അല്ലെങ്കിലൊക്കെ നമ്മുടെ ലൈഫ് വളരെ ശുഷ്കിച്ചു പോയേനെ. ഇന്നും പുതിയ ആളുകളെ പരിചയപ്പെടുന്നു. വേൾഡ് ടൂർ, ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാനുള്ള അവസരം. ഈ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളുണ്ട് തായ്ലൻഡ് ടൂർ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ. ഞാനും വൈഫും കൂടി ആൾറെഡി ദുബായിൽ ഒരിക്കൽ പോയതാണ്. 4 ദിവസം തായ്ലൻഡ് ടൂറിന് എലിജിബിലിറ്റി ആയിട്ടുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി പോകില്ല, പക്ഷെ പോകുന്നൊരു സമയത്ത് റിയലി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമൽ ലൈഫിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, അവർക്ക് അതിന് വേണ്ട പണം സമ്പാദിക്കാൻ RCM നമ്മളെ സഹായിക്കും. സ്വീറ്റ് ഹോം, സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, നമുക്ക് ഇഷ്ടംപോലെ സമയം വീട്ടിലെ കുടുംബങ്ങളെ ചെലവഴിക്കുന്ന അവസരം RCM നൽകുന്നുണ്ട്. മാത്രമല്ല എൻജോയ് ഹോബീസ്, നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് ഹോബീസിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല പുതിയ വാഹനങ്ങൾ, എത്രമാത്രം ആളുകളെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. ഹെൽത്തി ബാങ്ക് ബാലൻസ്, പല ആളുകളും പറയാനുള്ള സീനിയേഴ്സ് പറയാം, ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് കുറെ വർഷങ്ങളായി, അവിടെ എന്തുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, ATM കാർഡ് ഉപയോഗിക്കും, ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ബാങ്കിൽ എത്ര പൈസ ഉണ്ടായാലും മിനിമം എത്ര വയ്ക്കണം ചോദിച്ചിട്ട് ബാക്കി തിരിച്ചെടുക്കുന്ന ഒരു സമയം. പ്രധാനപ്പെട്ടതാണ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം. മാത്രമല്ല സെർവിങ് നാഷൻ, ഇതിലും നന്നായിട്ട് ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ സേവിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല. അതാണ് RCM. അതിന് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്, നമ്മളിൽ വിശ്വാസം ഉണ്ടാവുക, കമ്പനിയിൽ വിശ്വാസം ഉണ്ടാവുക, നമ്മുടെ അപ്ലൈനിലും ഡൗൺലൈനിലും നമ്മുടെ സിസ്റ്റത്തിലും നല്ല വിശ്വാസം ഉണ്ടാവുക, ഒരു കമ്മിറ്റ്മെന്റ് 100% പ്രതിബദ്ധതയോടുകൂടി വർക്ക് ചെയ്യുക, വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രീമിനെ നിലനിർത്തുക, എപ്പോഴും വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുക. അതിന് പറയുന്നതാണ് എന്തൂസിയാസം. ഇതൊക്കെ ഒരു ഫുൾ ഡേ പറയാനുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലാവാം. അപ്പൊ നമ്മുടെ തീരുമാനം ആണ് നമ്മുടെ ലൈഫിൽ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുന്നത്. ഒന്നുകിൽ ഒരു ഇന്റൻസീവ് ആൻഡ് അഗ്രസീവ് വർക്ക് ഫോർ നെക്സ്റ്റ് 5 years, അടുത്ത 5 വർഷം നിങ്ങൾ RCMലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു അഗ്രസീവ് ആയിട്ടുള്ള വർക്ക്, അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ 40-45 വർഷം കഴിയതേ പോലെ പണി ചെയ്യുക. ഓക്കെ. ചോയ്സ് ഈസ് യുവേഴ്സ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ജയ് RCM. ഓക്കെ. സോ ഗുഡ് RCM ടു എവരിബഡി. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ കേട്ടു എന്ന് തോന്നുന്നു. ഒറ്റയടിക്കൊന്നും പുതിയ ആളുകൾക്ക് മനസ്സിലാവില്ല, ഈവൻ പഴയ ആളുകൾ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവില്ല. പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ഇതാണ് അതിന്റെ ബിസിനസ് പ്ലാൻ. ഇത് ആൾറെഡി വീഡിയോ കവറേജ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കേൾക്കുക, കേട്ട് പഠിക്കുക. ഇന്നൊരു തീരുമാനമെടുക്കുക, നാളേക്ക് മാറ്റി വയ്ക്കരുത്. ഇന്നൊരു തീരുമാനമെടുക്കുക. ബൈ ഡിസംബർ ആകുമ്പോഴേക്കും എനിക്ക് ഇതിൽ സ്റ്റാർ പ്ലാറ്റിനം ആണ്, എനിക്ക് മിനിമം ഒരു 40,000 മന്ത്ലി ഇൻകം കിട്ടാനുള്ള ലെവലിലേക്ക് എത്തണം.
ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരിക, നിങ്ങളുടെ ലീഡേഴ്സിനെ സമീപിക്കുക. സോ ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് വിൽ ഹാപ്പൻ. സോ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വലിയൊരു മാറ്റവും ഈ ഒരു സംവിധാനത്തിലൂടെ വരട്ടെ. ആശംസകളോടെ, പ്രാർത്ഥനകളോടെ. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്.